ഹരിയാം ശരജി. ഹരിച്ചേട്ടാ ഫ്രീ ആണോ ഹരിച്ചേട്ടാ? പിന്നെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കല്ലേ, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫ്രീ ആണ് എപ്പോഴും. എന്തുണ്ട് പറഞ്ഞു? മറ്റേ അവരുണ്ടായതുണ്ട്, സ്റ്റാഫ് പോയാലേ മറ്റേ സ്റ്റാഫ് നിൽക്കില്ല, അവര് പോയാലേ ഞാനും ഫ്രീ ആവത്തുള്ളൂ, അതുകൊണ്ട്. എനിക്ക് മനസ്സിലായി. അപ്പൊ എന്തുവാ നിങ്ങളുടെ വിഷയം? എന്തുവാ ഇപ്പൊ മൂന്നാമത്തെ പാരഗ്രാഫില് നമ്മൾ എത്തി. മൂന്നാം പാരഗ്രാഫില് 3-4 പാരഗ്രാഫ് ഞാൻ ജസ്റ്റ് ഒന്ന് അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് തിയറി ഓഫ് എൻസെംബിൾസ്. അതെ. In a certain manner, mathematics, which has rid itself of substances and is reduced to its pure form. അതാണ് തിയറി ഓഫ് എൻസെംബിൾസ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് മാത്തമാറ്റിക്സ് അല്ലെ ഗണിതം എന്ന് പറയുന്ന ശാസ്ത്രം സ്വയം ഒഴിഞ്ഞു നിൽക്കും എന്നാണ്. അല്ല, അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് അത് അറിയില്ല. അതന്നെയാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ നമ്മൾ പറയത്തില്ല ചില പ്രത്യേക അനുഭൂതി ഉണ്ടാകുന്നൊക്കെ പറയത്തില്ല എന്ന് പറയുന്ന പോലെ മാത്തമാറ്റിക്സ് ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് എന്നാണ്. മാത്തമാറ്റിക്സിന്റെ സന്ദർഭങ്ങളിൽ നമുക്കിങ്ങനെ തോന്നും. അതായത് അതിന്റെ എന്താ പറയാ, എക്സ്റ്റേണൽ ആയിട്ടുള്ളതിനെ എല്ലാം കളഞ്ഞതിന്റെ പ്യൂർ ഫോമിലേക്ക് വരുന്നതായി, അതായത് സ്വയം അതിന്റെ ബാക്കിയുള്ള ചട്ടക്കൂടുകളെല്ലാം ഒഴിച്ച് അതിന്റെ പ്യൂർ ഫോമിലേക്ക് വരുന്നതായിട്ട് നമുക്ക് തോന്നും, വരുന്നുണ്ട്. അതിനുള്ള ഏറ്റവും ഒരു ഉദാഹരണമാണ് എനിക്ക് പറഞ്ഞേക്കുന്നത്. നോഷൻ ഓഫ് ട്രാൻസ്ഫൈനൈറ്റ് നമ്പേഴ്സ് ആൻഡ് ദ one-to-one correspondence both between transcendent and or എന്താ പറയുന്ന ഇമിനന്റ് വൺസ് എന്ന് പറഞ്ഞത്. അതെവിടെയാ ഹരിച്ചേട്ടൻ വായിക്കുന്നത്? നോഷൻ ഓഫ് അതിൽ തന്നെ മൂന്നാമത്തിൽ തന്നെയാണ് ട്രാൻസ്ഫൈനൈറ്റ് നമ്പേഴ്സ്. അപ്പൊ ട്രാൻസ്ഫൈനൈറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് ശരിക്കും ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് ആണ് ഉള്ളത്. ഇപ്പൊ നമ്മുടെ പിള്ളേർ പറഞ്ഞില്ല 900 എന്ന് പറയും. ശരിക്കും ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ, ഇറ്റ്സ് ആൻ ഇൻഫൈനൈറ്റ് നമ്പർ. പക്ഷെ 901 ഉണ്ട്, മനസ്സിലായോ? അപ്പൊ ആ 900 എന്ന് പറയുന്നതാണ് ഇൻഫൈനൈറ്റ് നമ്പർ, അല്ലെങ്കിൽ ഈ എന്താ പറയുക ട്രാൻസ്ഫൈനൈറ്റ് നമ്പർ എന്ന് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ പറയാ, they are larger than the all infinite numbers that we consider. നമുക്ക് ശരിക്കും അത് ഫൈനൈറ്റ് നമ്പറാണ്, പക്ഷെ ഏറ്റവും വലിയ നമ്പർ നമ്മൾ ഇപ്പൊ 900 ഞാൻ പറഞ്ഞാൽ, അല്ലെ 1 കോടി അല്ലെ 12 കോടി എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഒരു ഇൻഫൈനൈറ്റ് നമ്പറാണ്. ശരിക്കും അത് ഫൈനൈറ്റ് ആണ്. ഇൻഫിനിറ്റ് കളക്ഷൻ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇൻഫൈനൈറ്റ് കളക്ഷൻ എന്നല്ല, അത്രമാത്രം വലുത് എന്നാണ് അതിന്റെ. അതായത് നമുക്ക് ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറത്ത് വരുന്ന ഫൈനൈറ്റ് നമ്പറാണ് ഇൻഫൈനൈറ്റ്. അങ്ങനെ ഇൻഫൈനൈറ്റ് നമ്പർ അല്ല, അങ്ങനെ തോന്നിക്കുന്ന നമ്പേഴ്സിനെയാണ് ട്രാൻസ്ഫൈനൈറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അബ്സല്യൂട്ട് പറഞ്ഞാൽ, അതിന്റെ അബ്സല്യൂട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ്. അബ്സല്യൂട്ട്ലി ഇൻഫൈനൈറ്റ് അല്ല, പക്ഷെ നമുക്കത് ഇൻഫൈനൈറ്റ് ആണെന്ന് തോന്നും. അബ്സല്യൂട്ട് പോലെ തന്നെ. അങ്ങനെയുള്ളതാണ് ട്രാൻസ്ഫൈനൈറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നോഷൻ ഓഫ് ട്രാൻസ്ഫൈനൈറ്റ് നമ്പേഴ്സ് ആൻഡ് one-to-one correspondence. one-to-one correspondence എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് നമ്മളിപ്പോ 2 സെറ്റ് എടുക്കുന്നതായിരിക്കും. നിങ്ങൾ പറഞ്ഞൊക്കെ മനസ്സിലാവുമോ? 2 സെറ്റ് എടുക്കുന്നു. ഒന്നുകിൽ കുറെ നമ്പേഴ്സും ഒന്നുകിൽ കുറെ വേരിയബിൾസും ആണെന്ന് വിചാരിക്കുക. one set contains numbers and the other set contains variables. ABCD ഒരു സെറ്റാണ്, 1 2 3 4 അടുത്ത സെറ്റാണ്. നമ്മൾ പറയുകയാണ്
ആദ്യത്തെ സെറ്റിലെ ആദ്യത്തെ എലമെന്റ് എ, അതിന് രണ്ടാമത്തെ സെറ്റിലെ ഒന്നാമത്തെ നമ്പറിനോട് ഒരു റിലേഷൻ ഉണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ A1 ആണ് ഒരു ഫംഗ്ഷൻ. അതുപോലെ B2, C2D, C2-3, D2-4 ഇങ്ങനെ ഫംഗ്ഷൻ നമ്മൾ ഇപ്പൊ ഇങ്ങനെ പറയത്തില്ലേ, x=y² എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 1 എന്ന നമ്പറാണ് വരുന്നതെങ്കിൽ അടുത്ത അതിന്റെ ഫംഗ്ഷൻ വരുന്നത് രണ്ടാമത്തെ സെറ്റ് വരുന്നത് 1 തന്നെ ആയിരിക്കും. ആദ്യത്തെ സെറ്റ് 2 വന്നാൽ അടുത്തതിനകത്ത് 4 വരും. ആദ്യത്തെ 3 വന്നാൽ അടുത്തതിനകത്ത് 9 വരും. x=y² എന്നുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ മനസ്സിലായോ? അതിന് 1-to-1 കറസ്പോണ്ടൻസ് ആകണമെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് തുല്യമായിരിക്കണം. അതായത് മനസ്സിലായി, ABCD 1 2 3 4 ആയിരിക്കണം. 4 എലമെന്റ് ആദ്യത്തേലുണ്ടെങ്കിൽ 4 എലമെന്റ് രണ്ടാമത്തേലും വേണം. എന്നാൽ ഓരോ എലമെന്റിനോട് മാത്രം ഒരു ഫംഗ്ഷൻ ഉണ്ടാവുകയും വേണം. മനസ്സിലായോ? അങ്ങനെയുള്ള 1-to-1 കറസ്പോണ്ടൻസ് എന്ന് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയും അത് ആദ്യത്തെ വായിക്കുമ്പം ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇറ്റ് ഫോർ റീച്ചിങ് discovery are many, such as that of notion of transfinite numbers and the 1-to-1 correspondence both between transcendent or immanent ones. Immanent ones എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നതെന്നർത്ഥം. നമുക്ക് അറിയാവുന്നതും നമുക്ക് അറിയാൻ വയ്യാത്തതുമായ നമ്പേഴ്സുകളിൽ വരുന്ന 1-to-1 കറസ്പോണ്ടൻസ്, അതാണ് അതിന്റെ മൊത്തം. മനസ്സിലായോ? അതിന് വായിച്ചോ. അപ്പം ഈ ട്രാൻസ്ഫൈനൈറ്റ് ഇപ്പൊ നമ്പേഴ്സ് എടുക്കുവാണെങ്കിൽ ട്രാൻസ്ഫൈനൈറ്റ് ആയിട്ടുണ്ട്. കാരണം സങ്കല്പിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറം. അതിൽ ഇറ്റ് ഇസ് ബിറ്റ്വീൻ ഈ പറയുന്നത് ഇപ്പൊ നമുക്ക് അറിയാവുന്നതുണ്ടാവും, അല്ല നമുക്ക് സെറ്റ്സ് ആണെങ്കിൽ നമുക്ക് പറയുന്നത് ഇത്രയും നമുക്ക്, പക്ഷെ ഒരു സെറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫൈനൈറ്റ് ആവാം. എന്തായാലും ഒരു 1-to-1 കറസ്പോണ്ടൻസ് നമുക്ക് എടുക്കാം. അത് ഇമനന്റ് ആവാം, പിന്നെ ട്രാൻസിഡന്റൽ ആവാം, ട്രാൻസെൻഡന്റും ആവാം. അപ്പൊ അത്രയും മാത്രം ഡിസ്കവറീസിന്റെ പ്രോബബിലിറ്റി ഉണ്ട്. മനസ്സിലായി? അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബ്യൂട്ടിഫുൾ. അടുത്തത് മനസ്സിലായി. അപ്പൊ അതാണ് ആക്ച്വലി എൻസംപിൾസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന്റെ ഒരു എക്സ്പാൻഷൻ പോലെ നമ്മൾ പറഞ്ഞാല് ട്രാൻസെൻഡന്റ് നമ്പേഴ്സിന് നമ്മൾ ഈ നമ്പേഴ്സിനെ ഉദ്ദേശിക്കാം പൈ. അത് ശരിക്കും ഒരു എന്താ പറയാ, ആൽജിബ്രൈക് അല്ല, ആൽജിബ്രൈക് നമ്പർ അല്ല അത്. പൈ എന്ന് പറഞ്ഞാൽ ആൽജിബ്രൈക് നമ്പർ അല്ല. എന്തുകൊണ്ട് ആൽജിബ്രൈക് നമ്പർ അല്ലെന്ന് ചോദിച്ചാൽ പൈ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നോൺ സീറോ പോളിനോമിയലിന്റെ സ്ക്വയർ റൂട്ട് അല്ല. മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല A+B ഹോൾ സ്ക്വയർ. മനസ്സിലായി. അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞിട്ട് A+B ആ. മനസ്സിലായി. ഇനി അതിനകത്ത് എയും ബിയും വരുമ്പോ അതിന്റെ രണ്ടിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് റാഷണൽ നമ്പർ. അങ്ങനെ അല്ലാത്ത നമ്പറുകളാണ് ട്രാൻസെൻഡന്റ് നമ്പേഴ്സ് എന്ന് ശരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചേട്ടൻ പറയുന്നത് ഡെസിമൽ വാല്യൂസ് എന്ന് പറയുന്നതാണ് അപ്പൊ ഉദ്ദേശിക്കുന്നത്. ഡെസിമൽ വാല്യൂസ് എന്ന് പറയാൻ പറ്റൂല. പൈ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡെസിമൽ ആക്കി മാറ്റിയതാണ് ശരിക്കും. അതെ, 3.14 അങ്ങണ്ടല്ലേ ഒരു അപ്രോക്സിമേറ്റ് എന്നുള്ളത്. ശരിക്കും അങ്ങനെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താ പറയാ, റാഷണൽ നമ്പേഴ്സ് വെച്ചാൽ ഓടും ഈവനും എല്ലാം ചേർന്ന് വരുന്ന ഒരു ഇതാണ്. അപ്പം എന്ന് പറയുന്നത് ദീസ് ആർ ഡസ് നോട്ട് ഹാവ് ഡെസിമൽ പോയിന്റ്സ് ഇൻവോൾവ് ദെയർ. അപ്പം അങ്ങനെ ഒരു അതിന്റെ ഒരു സൊല്യൂഷൻ ആണ് അല്ലെങ്കിൽ റൂട്ടാണ് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെയുള്ള നമ്പേഴ്സിന് ട്രാൻസെൻഡന്റ് നമ്പർ തന്നെയാണ്. മനസ്സിലായില്ല? അപ്പൊ അതിന് ഇത് ബാധകമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ബാധകമാണ് പറഞ്ഞല്ലോ, ആദ്യം നമ്മളുള്ള പറഞ്ഞില്ലേ, അത് തന്നെ ട്രാൻസെൻഡന്റൽ നമ്പേഴ്സിനും വരും. അതായത് മാത്തമാറ്റിക്സ് അതിന്റെ പ്യുവർ രൂപം ചില സമയങ്ങളിൽ എടുക്കും.
അത് അതാണ് നിങ്ങൾ പറയുന്ന അബ്സല്യൂട്ട്. മനസ്സിലായില്ലേ? ആ അങ്ങനെ എടുക്കും എന്നുള്ള കൺസെപ്റ്റ് പല ഡിസ്കവറിക്കും ഇതാക്കിയിട്ടുണ്ട്, എത്തിച്ചേർന്നിട്ടുള്ളത്. പല ഡിസ്കവറിയും കണ്ടുപിടുത്തത്തിന് സഹായകരമായിട്ടുണ്ട്. ഓക്കെ, പ്യുവർ ആവുമ്പോഴാണ് അതിലൊന്നാണ് നോഷൻ ഓഫ് ട്രാൻസ്ഫൈനൈറ്റ് നമ്പർ. അതുപോലെ തന്നെ 1-to-1 കറസ്പോണ്ടൻസ് ബോത്ത് ബിറ്റ്വീൻ ട്രാൻസെൻഡന്റ് ആൻഡ് എമിനന്റ്. പക്ഷെ എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലാത്ത ഈ പൈ ഹരിച്ചിട്ട് അത് കൊണ്ടുവന്നത് അത് ഒരു റാഷണൽ നമ്പറിന് ബിയോണ്ട് പോകുന്നത്. അല്ല, അത് ഒരു പൈ എന്ന് പറയുന്നതും ഒരു ട്രാൻസെൻഡന്റ് നമ്പർ ആണ്. Only because of that, even for example, when a square root cannot give a base to that, അല്ലേ? അതിന് വേണ്ടി ഞാൻ പറഞ്ഞുള്ളതേ. ഓക്കെ, അതായത് നമ്മുടെ സാധാരണ ഫോമിലല്ലാത്തതും ഈ ട്രാൻസെൻഡന്റ് നമ്പേഴ്സ് വരും. ഈ പൈ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞു നോക്കില്ലേ? അത് തന്നെ. പൈ സ്ക്വയർ അല്ലെങ്കിൽ പൈ ക്യൂബ് എന്നൊക്കെ പറയുന്ന. അപ്പൊ റൂട്ട് ഓഫ് പൈ സ്ക്വയർ എത്രയാ? ഏതാ റൂട്ട് ഓഫ് പൈ സ്ക്വയർ എത്ര വരും? റൂട്ട് ഓഫ് പൈ സ്ക്വയർ എത്രയെന്ന് പറഞ്ഞാൽ 3.14 × 3.14 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പം അത് ഇപ്പൊ നമ്മളിപ്പോ 4ന്റെ നമ്മള് അത് ഡിസ്കവറബിൾ ആണ്. 3.14 3.14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് പ്യൂർ ഫോം അല്ല. അപ്പൊ ആ ട്രാൻസെൻഡൽ നമ്പേഴ്സിനെയും പിന്നെ എന്താ പറയാ, ട്രാൻസെൻഡൽ നമ്പർ നമ്മൾ എടുക്കുമ്പം അതിൽ ഈ സൈസ് നമ്പറുകളും വരുമെന്നാണ് പറഞ്ഞത്. പൈ പോലെയുള്ള നമ്പറുകളും വരും. ഓക്കെ, അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് ആ മൂന്നാമത്തേത്. ഇപ്പൊ അതിനൊന്ന് വായിച്ചു നോക്കിട്ടെന്തെങ്കിലും ചോദിക്കും. എനിക്കറിയാവുന്ന രീതിയിൽ പറയാം. ഇതില് ഈ ട്രാൻസ്ഫൈനൈറ്റ് എന്ന് പറയുന്ന നമ്മളൊരു സെറ്റ് എടുത്തോ, അത് സെറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? കാരണം ഗ്രൂപ്പ് ഇപ്പൊ ഫൈനൈറ്റ് ട്രാൻസ്ഫൈനൈറ്റ് ഒരു സെറ്റായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. ഇൻഫിനിറ്റ് ആണ്, അല്ലേ? ഇൻഫൈനൈറ്റ് ആണത്. ശരിക്കും ഇൻഫൈനൈറ്റ് അല്ല. ഇൻഫൈനൈറ്റ് അല്ല, പക്ഷെ ഇൻഫൈനൈറ്റ് ആണെന്ന് നമുക്ക് തോന്നുന്നു. അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്. അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. ട്രാൻസെൻഡൽ എന്ന് പറയുന്നത് ആ ഇൻഫൈനൈറ്റ് നമ്പർ ആണെന്ന് നമുക്ക് തോന്നും, പക്ഷെ ശരിക്കും ഒരു ഇൻഫൈനൈറ്റ് നമ്പർ അല്ല. ഇപ്പൊ 900 എന്ന് പിള്ളേർ പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അതൊരു വലിയ ഇൻഫൈനൈറ്റ് നമ്പർ ആണ്. പക്ഷെ ശരിക്കും അത് ഇൻഫൈനൈറ്റ് നമ്പർ അല്ല. ഇത് തന്നെയാണ് കാരണം. അതിന്റെ പ്യൂറസ്റ്റ് അല്ലെങ്കിൽ ഈ മാത്സിന്റെ ഒരു അബ്സല്യൂട്ട് ഫോം എന്ന് പറയുന്ന പ്യൂർ ഫോം ആണെങ്കിൽ നമ്മൾ പറയുന്നെങ്കിൽ ഇതിന്റെ അകത്ത് പറയുന്നത് ഇതിന്റെ ഇൻഫിനിറ്റ് പ്രോബബിലിറ്റീസ് ആണ്. ഹരിചേട്ടൻ നേരത്തെ പറഞ്ഞ കണക്ക്, ഫോർ എക്സാമ്പിൾ ടേക്ക് അപ്പ് ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് wherein it is indeterminate, and in those there is 1-to-1 correspondence between the more imminent ones which is more known to you, and in the same time it has this transcendental numbers which are yet to be discovered or yet to come into the know. But there is a correspondence between that also, and it is in those അതായത് ട്രാൻസെൻഡന്റ് തമ്മിലായാലും അല്ലെ ട്രാൻസെൻഡന്റും എമിനന്റും നമ്പേഴ്സും തമ്മിലായാലും നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നിയാലും അത് പറ്റും എന്ന് തെളിയിക്കുന്നതാണ് ഈ പറഞ്ഞ പിന്നെ ഇപ്പൊ പറഞ്ഞ തിയറി ഓഫ് എൻസെമ്പിൾസ് എന്ന് പറയുന്നത്. അല്ലേ? അല്ലേ?
അതായത് അതിന്റെ ഇംപ്ലിക്കേഷനാണ്. തിയറി ഓഫ് എൻസംബിൾസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ബാക്കി എല്ലാത്തിൽ നിന്നും സ്വയം ഒഴിഞ്ഞു നിൽക്കുമെന്നാണ്. അതിന്റെ പ്യുവർ ഫോമിലേക്ക് ചില സമയങ്ങളിൽ റെഡ്യൂസ് ചെയ്ത് വരും. ഓക്കെ, അതായിരിക്കും അവർ പറയുന്നത്. പക്ഷെ എങ്ങനെയാണെന്ന് നമുക്ക് രാമാനുജനോ ആരെങ്കിലും കൊണ്ടുവരാം. അതെ, അങ്ങനെ ആ തിയറിയെ ബേസ് ചെയ്ത് വരുമ്പോഴാണ് അതിന്റെ ചില ഇംപ്ലിക്കേഷൻസ് ആണ് ഈ നോഷൻ ഓഫ് നമ്പേഴ്സ് എന്നും പിന്നെ 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ട്രാൻസെൻഡന്റ് ആൻഡ് ഇമിനന്റ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും ഇത് ഞാൻ ഈ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് തന്നെ സമയം അമ്മയ്ക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അമ്മയ്ക്ക് ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ അമ്മ വെച്ച് അതൊരു രൂപീകരണം ഉണ്ടായിക്കോളും. മനസ്സിലായി. അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്തെന്ന് പറഞ്ഞാല് പൈതഗോറിയൻ തിയറിയാണ് ശരിക്കും. പൈതഗോറിയൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ഇരുണ്ട മാത്തമാറ്റിക്സിനെ കൊണ്ടുവന്ന ആളാണ്. അവരുടെ ചിന്താഗതികൾ മുഴുവൻ, പൈതഗോറിയൻ ചിന്താഗതികൾ മുഴുവൻ അങ്ങനെയുള്ളതാണ്. അതിനകത്തില് മിസ്റ്ററീസിനെ എൻലൈറ്റൻ ചെയ്ത അതിന്റെ മിസ്റ്ററീസിനെ ഏതാണ്ടെല്ലാം എൻലൈറ്റ് ചെയ്ത് പുറത്തു കൊണ്ടുവന്ന രീതിയാണ്. അതിന് പ്രധാനമായിട്ട് ഇത്രേ ഉള്ളൂ, സ്പേസസും നമ്പേഴ്സും. അതാണ് മാത്സിൽ വരുന്നതല്ല, സ്പേസസ് ആൻഡ് നമ്പർ. അത് ഇവരുടെ ഇതനുസരിച്ച് ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു അല്ലേ ബേസ് പ്ലസ് ആൾട്ടിറ്റ്യൂഡ്. അത് ഞാൻ പറയാം. അപ്പൊ സ്പേസ് ആൻഡ് നമ്പേഴ്സ് ആണ് അത് എപ്പോഴും ഒരു എന്താ പറയാ ഒഴിച്ചുകളി നടത്തുമെന്നാണ് ഇവർ പറയുന്നത്. സിക്സ് ഹൈഡ് ആൻഡ് സീക്ക് എന്നുള്ള ആള് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കും. അതിന് വെട്ടം കാണിച്ചവരാണ് പൈതഗോറിയൻസ്. അവര് ഇങ്ങനെയാണ് പറയുന്നത്, എന്താ പറയാ, ചില ഷേപ്പുകൾ, ഇപ്പൊ ചില ഷേപ്പുകൾ ആലോചിച്ചാല് നമ്മളിപ്പോ സ്ട്രെയിറ്റ് ലൈൻ എടുക്കുന്നു അല്ലെങ്കിൽ ലൈൻ സെഗ്മെന്റ് എടുക്കുന്നു, അതെന്ന് പറയുന്നത് എപ്പോഴും നമ്പേഴ്സിന്റെ കൂട്ടമാണ്, കണ്ടിന്യൂസ് നമ്പേഴ്സിന്റെ കൂട്ടമാണ്. അതേപോലെയാണ് നിങ്ങളിപ്പോ പറഞ്ഞ ട്രയാങ്കുലറിന്റെ കേസിൽ വരുന്നത്. അതായത് ഹൈപ്പോട്ടന്യൂസ് എന്താണെന്ന് അറിയണമെങ്കിൽ അഡ്ജസന്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് പറഞ്ഞാൽ മതി. മൂന്നാമത്തേത് പറഞ്ഞതുപോലെയുള്ള ഒരു സെറ്റ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അറിയണമെങ്കിൽ ഈ അഡ്ജസന്റും ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. അഥവാ ഓപ്പോസിറ്റ് അറിയണമെങ്കിൽ ബാക്കി രണ്ടെന്ന് പറഞ്ഞാൽ മതി. സംഭവം ലൈൻസ് അല്ല, നമ്പേഴ്സ് ആണ്. പക്ഷെ ആ നമ്പേഴ്സിനെ കണ്ടിന്യൂസ്ലി പ്രസന്റേഷൻ മൂലം ലൈൻസോ റെക്ടാങ്കിളോ ഒക്കെ ആക്കി മാറ്റുകയാണ് ശരിക്കും ചെയ്യുന്നത്. മനസ്സിലായല്ലേ? പിന്നെന്താ പിന്നെ അവര് പറഞ്ഞത് ബ്യൂട്ടിഫുൾ കേട്ടോ. ഇനി അവര് പറയുന്ന വേറൊരു ഫൈനൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു നിർത്താം. അതിലുള്ള അവർ പറയുന്നത്, അതായത് 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കും. നിങ്ങൾ ആ 9 മൾട്ടിപ്ലിക്കേഷൻ ടേബിള് ഫ്രണ്ടിൽ പിന്നെ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതിക്ക്, ഒരു 10 വരെ ഒന്ന് എഴുതിക്ക്. അത് വ്യക്തമായിട്ട് പറയാൻ പറ്റും. 9, 18, 27, 36. 1 9s are 9, 2 9s are 18, 3 9s are 27, 4 9s are 36, 63, 72, 81, 90. ശരിയില്ലേ? ഇനി നിങ്ങൾ ആ എഴുതിനകത്ത് സൂക്ഷിച്ചു നോക്കി. 8 7 6 5 4 3 2 1 0. വ്യത്യാസം വരുന്നില്ലേ? അതേപോലെ 5 4 to 4 5ന്റെ കളിയാണ് ഇതിനകത്ത് മൊത്തം. എന്താ കളിച്ചത്? 54 to 45 to 54ന്റെ കളികളാണ് ഇതിനകത്ത് നടക്കുന്നതല്ല. അന്ന് അടുത്ത് നോക്കിയാൽ പ്രത്യേകിച്ച് അറിയാം. ആ ലാസ്റ്റ് റൈറ്റില് ഏറ്റവും റൈറ്റ് മോസ്റ്റിൽ നിങ്ങൾ നോക്കിയല്ലോ, അതായത് 9, 8 1 9, 7 2 9, 6 3 9 അല്ലേ? എന്റെ ദൈവമേ. അതേപോലെ അല്ലാതെ നിങ്ങൾ നോക്കിയേ, 9 8 7 6 5 4 2 1 0.
അല്ലേ? ഇതാണ് പൈതഗോറിയൻസ് പറഞ്ഞ സ്പേസും ഡിജിറ്റീവായിട്ടുള്ള കളികളാണ് മാത്തമാറ്റിക്സ്. ഇനി അതിനകത്ത് നയനിന്റെ ടേബിളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ആദ്യ ഭാഗത്ത് 4-ാമത്തേല്. ഒരു മിനിറ്റ് ഹരിച്ചേട്ടാ, ഒരു മിനിറ്റ്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. 20, 18, എന്റെ ദൈവമേ, 14, 8. ഇത് കണ്ട ഹരിച്ചേട്ടാ, ഇതിന്റെ അകത്ത് തന്നെ നമ്മളിപ്പം ഇത് പ്ലസ് ചെയ്യുമ്പോ എല്ലാം 9 വന്നു. ഇനി ഹരിച്ചേട്ടാ ഇത് 2 ഇപ്പൊ 9 into 1 9, 1 into 8 8, 2 into 7 14, 3 into 6 18, 20. റിവേഴ്സ് ഓർഡറിൽ ഇങ്ങോട്ട് വരുന്നു. ദാറ്റ്സ് വാട്ട് ഹി സെയിങ്. കാരണം ഈ മൾട്ടിപ്ലിക്കേഷന്റെ അകത്ത് തന്നെയാണ് അഡീഷനും എല്ലാം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ പറഞ്ഞില്ലേ, 4, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, മറ്റേ ഡിവിഷൻ. ഇതിൽ 4 കിടന്നുള്ള കളികളാണ് ഇതെല്ലാം. എല്ലാം അപ്പൊ ഇതെല്ലാം അബ്സല്യൂട്ട് ആണ്, ഇന്റഗ്രേറ്റഡ് ആണ്, എല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതെല്ലാം ശരിക്കും അബ്സല്യൂട്ടിന്റെ വകഭേദങ്ങളാണ്. അതാണ് ശരിക്കും പറഞ്ഞത്. എങ്ങനെയാണോ നമ്മൾ പറയത്തില്ലേ, അദ്വൈതത്തിൽ നിന്ന് ദ്വൈതമുണ്ടായി, ദ്വൈതത്തിൽ നിന്ന് നാമം രൂപം ഉണ്ടായി, നാമരൂപങ്ങളിൽ നിന്ന് അവസ്ഥകൾ ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അതേപോലെ തന്നെയാണിത്. ശരിക്കും സൂപ്പർ കേട്ടോ. ഇനി നിങ്ങൾ 4 വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വരത്തില്ല. ഇപ്പൊ മനസ്സിലായി. കാര്യങ്ങൾ. സൂപ്പർ കേട്ടോ ഹരിച്ചേട്ടാ, സൂപ്പർ, അടിപൊളി. കണക്ക് മാഷുണ്ടെങ്കിലേ ഇത് നടക്കൂ. അതായത് അല്ല, ഇത് ശരിക്കും പറഞ്ഞാലേ എല്ലാത്തിന്റെയും അബ്സല്യൂട്ടാണ്. നോട്ട് ഓൺലി മെഡിറ്റേഷൻ. ഇതിലെടുക്കുന്ന ഏത് ഭാഗമുണ്ടോ അതെല്ലാം അബ്സല്യൂട്ടാ പറയുന്നത്, അല്ലേ? അതാണ് ഇതിന്റെ പ്രശ്നം. അതാ. അപ്പൊ ഇന്നത്തേക്കുള്ള വകയായ ഇത് അല്ലേ? നിങ്ങളെ വായിച്ചൊക്കെ multiplication in principle at least inclusively comprises addition. 98 ഹരിച്ചേട്ടാ towards the middle. Multiplication 98 towards the middle. Multiplication ഇല്ല, ഒരു മിനിറ്റ് ശരി. Ordinary empresses tend to minimize the wonders involved. Multiplication in principle at least. ക്ലാരിറ്റി കുറഞ്ഞല്ലോ. ഇതല്ല, ഞാൻ ആ ഡൗഡി കിടക്കുന്നുണ്ടായിരിക്കും. ഒരു മിനിറ്റ് ഹരിച്ചേട്ടാ, ഇനി പറഞ്ഞു നോക്കിയേ. മൾട്ടിപ്ലിക്കേഷൻ കേൾക്കാവോ? ഒരു സെക്കൻഡ്, ഞാൻ പുറത്തോട്ടിറങ്ങി. അല്ല, മൾട്ടിപ്ലിക്കേഷൻ ഇപ്പൊ കേൾക്കാവോ? മൾട്ടിപ്ലിക്കേഷൻ ഒരു മിനിറ്റ്, ഞാൻ പുറത്തോട്ടിറങ്ങിക്കാം സാർ. Multiplication in principle at least. ഇല്ലല്ലോ, ക്ലാരിറ്റി വരുന്നില്ലല്ലോ സാർ. കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഒന്നുകൂടി ഇത് നമ്മൾ ആ റെക്കോർഡിങ് കിടക്കുവാണ്. ഹാളിൽ ഇരിക്കുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ, അല്ല നിങ്ങളുടെ ഓഫീസിൽ ഇരിക്കുന്നുണ്ടായിരിക്കും. ഇത് പുറത്ത് ക്ലിയർ ആയിരുന്നു, ഇപ്പൊ ഒരു ശാല വരുന്നുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഇൻ പ്രിൻസിപ്പിൾ പറ. കാണുന്നുണ്ടോ ഹരിച്ചേട്ടാ? മറ്റേത് കിടക്കുവാണ് അല്ലേ ഹരിച്ചേട്ടന്? കുഴപ്പമില്ല. ഇൻ പ്രിൻസിപ്പിൾ അറ്റ്ലീസ്റ്റ് ഇൻക്ലൂസീവ്ലി മൾട്ടിപ്ലിക്കേഷൻ ഇൻ പ്രിൻസിപ്പിൾ അറ്റ്ലീസ്റ്റ് ഇൻക്ലൂസീവ്ലി കംപ്രൈസസ് അഡിഷൻ which later is rich in number content than the former. അതെ, അത് സംശയമുണ്ടോ? അതായത്
ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങി, അതിനകത്ത് അഡീഷൻ ഉണ്ട്. അഡീഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്പർ വന്ന് നിൽക്കും. അതായത് ഫൈനലി നമ്പറിനകത്ത് തന്നെ വന്ന് നിൽക്കും. അല്ല, വിച്ച് ലേറ്റർ ഇസ് റിച്ച് ഇൻ നമ്പർ കണ്ടന്റ് ദാൻ ദ ഫോമർ എന്ന് വെച്ചാൽ അഡിഷൻ ഈസ് റിച്ച് ഇൻ നമ്പർ കണ്ടന്റ് ദാൻ ദ ഫോമർ, അങ്ങനെയാണോ? അല്ല, അതായത് ഒന്നുകൂടെ വായിച്ചത്, മൾട്ടിപ്ലിക്കേഷൻ ഇൻ പ്രിൻസിപ്പിൾ അറ്റ് ലീസ്റ്റ് ഇൻക്ലൂസീവ്ലി കംപ്രൈസസ് അഡിഷൻ. അതെ. വിച്ച് ലേറ്റർ ഈസ് ലെസ് റിച്ച് ഇൻ നമ്പർ കണ്ടന്റ് ദാൻ ദ ഫോമർ. സ്വാഭാവികമായിട്ടും. കാരണം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും പിന്നെ മറ്റേ ഇത് സമ്മിനെക്കാട്ടിൽ നമ്പർ കണ്ടന്റ് ആയിരിക്കും. അതായത് 3 അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയാണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്പർ കണ്ടന്റ് കൂടുതൽ എന്ന് പറയുന്നത്, കൂടുതൽ വരുന്നത്. അതെ, അഡീഷനേക്കാളും കൂടുതൽ വരുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതെ. ഇൻ ദ ഡൊമൈൻ ഓഫ് എക്സ്പോണൻഷ്യൽ mathematics, the principle of multiplication attains another height of abstraction. എക്സ്പോണൻസ് എന്ന് പറഞ്ഞാൽ അൺഇമാജിനറി പോലെ പോകുമെന്നാണ് പറയുന്നത്. The square of a number result when the number is multiplied by itself. This operation resembles a generalization to a second degree of an already existing general idea. അതെ. Such a general എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിനാണ്, ആ ജനറൽ ഐഡിയക്കാണ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? We can also imagine a negative series of the same. We can also imagine a negative series of the same, recognized in the context of modern complex numbers by letters j and minus j. അതായത് ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പോ ഞാനത് മനസ്സിലാക്കുന്നത്, എക്സ് സ്ക്വയർ എന്ന് നമ്മൾ പറഞ്ഞു, x⁻² എന്നും നമുക്ക് പറയാം. ഓക്കെ. x⁻² എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശരിക്കും 1/x² എന്നാണ്. ഓക്കെ. മനസ്സിലായോ? അങ്ങനെയും ഈ എക്സ്പോണൻഷ്യൽ ഉണ്ടെന്നാണ്. അതായത് j എന്ന് പറയുമ്പോൾ -j ഉണ്ടാവും, i എന്ന് പറയുമ്പോൾ -i ഉണ്ടാവും. അതിനെ ഉപയോഗിക്കുന്നതിനാണ് ഇപ്പൊ x⁻i എന്ന് പറയുന്നതും x⁻i എന്ന് പറയുന്നതും നമ്പേഴ്സ് ആർ ദെയർ. പക്ഷെ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, സ്മോൾ ഡിഫറൻസ് ആയിരിക്കും വരുന്നത്. ഒന്നുകൂടെ അത് വായിച്ചു നോക്കിയേ. The later belongs to the side of the base of the vertical axis, of which the square root of -1 is a representative and a well-known example. അതായത് അത് ശരിക്കും പറഞ്ഞാല് മാത്തമാറ്റിക്സിലെ കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന ഭാഗമാണ്. അത് എപ്പോഴും ചെയ്യുന്നത് ഇപ്പൊ ഇങ്ങനെ വിചാരിച്ചാൽ മതി, √2⁻² എന്ന് വരികയാണ്. √2⁻². അപ്പൊ മാത്തമാറ്റിക്സിൽ അതിനെ എഴുതുന്ന i എന്നെഴുതി, അതായത് -1 എന്നുള്ളത് i² എന്ന് വാല്യൂ കൊടുക്കും. എന്നിട്ട് അതിനെ പുറത്തെഴുതുമ്പം സ്വാഭാവികമായും i വരും. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് 2⁻²ന്റെ, അതായത് ശരജി അങ്ങോട്ട് എഴുതിക്കാൻ ഞാൻ പറയാം, √2⁻². അപ്പൊ അവിടെ ശരിക്കും നമ്മൾ എടുക്കേണ്ടത് 2ന്റെ -2nd പവർ തന്നെയാണ് എടുക്കേണ്ടത്. 2ന്റെ നമ്മൾ പറയുന്നത് 2⁻² എന്ന് പറഞ്ഞ അർത്ഥം 2ന്റെ രണ്ടാമത്തെ പവർ എന്നാണ്. ഓക്കെ. അതേപോലെ 2⁻² എന്ന് പറഞ്ഞാൽ 2⁻² അല്ലെങ്കിൽ 2ന്റെ -2nd പവറിനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ. അതിന് കോംപ്ലക്സ്
അനാലിസിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഒരു വിങ് ഉണ്ട് മാത്തമാറ്റിക്സിന്റെ. ഓക്കെ. ഇനി മൈനസ് വരുന്നതൊക്കെ അവർ ഐ എന്നങ്ങ് എഴുതും. അതായത് I² = -1 എന്നാണ് ശരിക്കും പറഞ്ഞത് വാല്യൂ. ഓക്കെ. I² = -1 അല്ലേ? -1. അപ്പൊ അതിന്റെ റിയൽ പാർട്ടും കോംപ്ലക്സ് പാർട്ടുമായിട്ടാണ് പിന്നെ നമ്മൾ അപ്പോഴാണ് നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതായത് 4i എന്ന് വരും. ഐയെ പുറത്തിങ്ങെടുക്കും. I² എന്ന് പറയുന്ന -1, ഐയെ പുറത്തെടുക്കും. എന്നിട്ട് √2 എന്ന് പറയുന്ന 4. അപ്പൊ I√4 എന്ന് പറയും. √4 എന്ന് പറയുന്നത് 2, അതുകൊണ്ട് 2i എന്നതിന്റെ ആൻസർ എഴുതും. 2² എന്ന് പറയുന്നത് എങ്ങനെയാണോ 2 എഴുതിയത് അതേപോലെ നെഗറ്റീവ് പവർ വരുമ്പോൾ 2i എന്ന് എഴുതും. അതാണ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും. കോംപ്ലക്സ് നമ്പറിന്റെ ഫോം എന്ന് പറയുന്നത് x+iy എന്നുള്ള ഫോമിലാണ്. x+iy. അത് എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടും വൈ എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടുമാണ്. വൈയോ ഐ എന്ന് പറയുന്ന ഇമാജിനറി. ഐ വരുന്ന ഭാഗം വരുന്ന വൈ ഉണ്ടല്ലോ, അത് ഇമാജിനറി ആണ്. അത് ഇമാജിനറി. കാരണം വി കനോട്ട് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് സച്ച് എ നമ്പർ എന്നാണ് ശരിക്കുള്ള അർത്ഥം. അതുകൊണ്ട് അത് ഇമാജിനറി പാർട്ടാണെന്ന് പറഞ്ഞ് വേറെ വെച്ചിട്ട് പിന്നെ അതിനെ അനലൈസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിനകത്ത് x+iy x+iy അതാണ് കോംപ്ലക്സ് നമ്പർ. ഐ എന്ന് പറയുന്നത് -1 ആണോ? ഐ എന്ന് പറയുന്നത് -1 ഇമാജിനറി പാർട്ട് എന്നുള്ള അർത്ഥമാണ്. അതായത് കോംപ്ലക്സ് നമ്പർ ആണ് അത് എന്നർത്ഥം. കോംപ്ലക്സ് പറഞ്ഞാൽ ഇമാജിനറിയും റിയലും ഒരുമിച്ച് വരുന്ന നമ്പർ. ഓക്കെ എന്നാണ് എൻ്റെ അർത്ഥം. ഇനി മറ്റേ വായിച്ചു നോക്ക്. എങ്കിൽ ഈ നടരാജഗുരുവിന് ഇത് എന്റെ അടുത്ത് ചെയ്യണമായിരുന്നു. കഷ്ടമായി. കണക്ക് പഠിക്കാതെ ഒരു ജന്മം അവസാനിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ നടക്കൂല. മനസ്സിലായല്ലോ. We can also imagine the negative series of the same. നെഗറ്റീവ് സീരീസിനാണ് ഈ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. മോഡേൺ കോംപ്ലക്സ് നമ്പേഴ്സ് ബൈ ലെറ്റേഴ്സ് I and -i ആണോ അത്? അതാണ് പറഞ്ഞത്. ഐ എന്ന് ഞാൻ പറഞ്ഞത് അത് ഇമാജിനറി പാർട്ടിന് മൈനസും. അതായത് നമ്മൾ പറയത്തില്ല 1 -1 എന്ന് പറയുന്ന പോലെ ഐയും -i. The later belongs to the side of the base of the vertical axis. അതായത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എടുക്കുമ്പോൾ പാരലൽ ലൈൻ x ആക്സിസ് എന്നും വെർട്ടിക്കൽ ലൈൻ y ആക്സിസ് എന്നും പറയും. വെർട്ടിക്കൽ ആണ് y ആക്സിസ് അല്ലേ? എക്സ് വൈ നമ്മൾ പണ്ടേക്ക് പഠിക്കത്തില്ല അക്ഷരങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. -i വരുമ്പോ അതിന്റെ y ആക്സിസിന്റെ 0 താഴെയുള്ള പാർട്ട് വരും. 0 താഴെയുള്ളതാണ് ഈ വെർട്ടിക്കലിന്റെ -1 -2. -1 -2 വരുന്നിടത്താണ് ഈ -iയും വരുന്നത്. ഓക്കെ. അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. ബേസ് ഓഫ് ദ വെർട്ടിക്കൽ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് ഓഫ് ദ വെർട്ടിക്കൽ എന്ന് പറയുന്നത് അർത്ഥം അതാ. Later side of vertical of a square root of -1 is a representative and a well-known example. Square root of -1 എന്ന് പറയുന്നതാണ് i. I is equal to square root of -1. Okay. അല്ലെങ്കിൽ I² = -1 എന്ന് പറയും. രണ്ടായാലും ഒന്നും തന്നെ. Complex numbers themselves contain within their scope negative quantities of a simple arithmetical order. അതാണ് ഹരിച്ചേട്ടൻ നേരത്തെ പറഞ്ഞത്.
അതെ, മൈനസ് എന്ന് പറഞ്ഞത് ഞാനതാ. ഈ എക്സ് പ്ലസ് ഐ വൈ. ഐ വൈ എന്ന് പറയുന്ന ആ രീതി വരും. അതായത് ശരിക്കുള്ള റിയൽ നമ്പേഴ്സിന്റെ നെഗറ്റീവ് പാർട്ട് കണ്ടെയ്ൻ ചെയ്യുന്നതാണ് ശരിക്കും എന്താ പറഞ്ഞ കോംപ്ലക്സ് നമ്പേഴ്സ്. നെഗറ്റീവ് പാർട്ട് ഓഫ് റിയൽ നമ്പേഴ്സ്. എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട്, വൈ എന്ന് പറഞ്ഞാൽ ഇമാജിനറി എന്ന് പറയുമ്പോൾ അതാണ് നെഗറ്റീവ് പാർട്ടാണ്, അതുകൊണ്ട് ഇമാജിനറി ആയിട്ട് വരുന്നത്. ഈ പ്ലസ് എന്ന് കൊടുത്തേക്കുന്നത് എന്തിനാ? അത് പിന്നെ ഏത് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞ ഐ എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ലേ? അല്ല, എക്സ് പ്ലസ് കൊടുത്തേക്കുന്നത് എന്തിനാ? എ പ്ലസ് ബി എന്നുള്ള ഫോമിൽ എഴുതാൻ വേണ്ടി. ശരിക്കും -1 ഇൻറ്റു -1 എന്ന് പറയുന്നതാണ് ഐ. ആ ഫ്രണ്ട് പേപ്പറിൽ എഴുതിക്കേ. -1 ഇൻറ്റു -1 ഈക്വൽ ടു -1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഐ. ആ -1 ഒരു -1 ഇപ്പുറത്തോട്ട് എടുക്കും. കാൽക്കുലേഷൻ വരുമ്പോൾ അടുത്ത മൈനസ് മറ്റൊരെണ്ണത്തിന് അതിന്റെ കൂടെ പോകും. പക്ഷെ കാണാൻ സൗന്ദര്യത്തിന് വേണ്ടിയാണ് പ്ലസ് ഐ എന്ന് നമ്മൾ എഴുതി പോകുന്നത്. -1 ഇൻറ്റു -1 എന്ന് പറയുന്നത് +1 ആയി. മനസ്സിലായി? അങ്ങനെയാണ് അവിടെ പ്ലസ് വരുന്നത്. മനസ്സിലാകുന്ന ശരജിക്ക് പറയുന്നത്? -1 ഇൻറ്റു -1 എന്ന് പറയുന്നത് മൈനസ് ഇൻറ്റു മൈനസ് ആണ്, ആ പ്ലസ് ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. അത്രയും ആലോചിച്ചാൽ മതി. ഞാൻ അകത്തോട്ട് പോകണ്ട, കാരണം അകത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കൺഫ്യൂഷൻ ആവും. അതിനടുത്ത സ്ഥലത്ത് പറഞ്ഞു ഇറാഷണൽ ഇതുപോലെയാണ്. ശരിക്കും പറഞ്ഞാൽ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം P/Q ഫോമിൽ വരുന്നതാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. P/Q Q നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയും. പിയും ക്യൂവും റിയൽ ആയിരിക്കും, പിയും ക്യൂവും റിയൽ ആയിരിക്കും. Q നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ശരിക്കുള്ള റാഷണൽ നമ്പർ. അതേപോലെ സ്ക്വയർ റൂട്ട് വരുന്നതെല്ലാം ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഞാൻ എഴുതിയിരിക്കുന്ന വായിച്ചേ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. എഴുതിയിരിക്കുന്ന വായിച്ചേ. ഇറാഷണൽസ്, ഇൻകമൻഷറബിൾസ് ആൻഡ് ഇമാജിനറീസ് can all be fit together if the idea of quaternion is kept in mind. ക്വാഡ്രിലാറ്ററൽ ഐഡിയാസ് എന്നാണ് പറയുന്നത്. അതായത് ഈ ക്വാഡ്രിലാറ്ററൽ നമ്മൾ വരയ്ക്കത്തില്ല, എക്സും വൈയും ഒക്കെ, ഇതിൽ ഈ നമ്പേഴ്സിനെ എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഓക്കെ, കാരണം അത് മനസ്സിലായി. ക്വാർട്ടർ യൂണിയൻ അതിന്റെ അകത്ത് നമുക്ക് ഈ പ്ലസ് ഈ നെഗറ്റീവും അതായത് റിയൽ നമ്പേഴ്സിനെയോ കോംപ്ലക്സ് നമ്പേഴ്സിനെയോ റാഷണൽ നമ്പേഴ്സിനെയോ ഇറാഷണൽ നമ്പേഴ്സിനെയോ ഒക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഓക്കെ, we can even think in terms of many dimensions or in terms of numerous n-legs, some of them time-like and some space-like. അതായത് ടൈം ലൈക്ക് എന്ന് പറയുമ്പോൾ നമ്പേഴ്സ് വരും, ഡിജിറ്റ്സ് വരും. സ്പേസ് ലൈക്ക് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള സ്ക്വയർ, ക്യൂബ് അങ്ങനെയൊക്കെ വരത്തില്ല. അതാണ് ഡൈമെൻഷൻ ലൈക്ക് എന്ന് പറയുന്നത്. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഏത് നമ്പേഴ്സിനെയും അതേപോലെയുള്ള ഏത് ഫോംസിനെയും, ക്യൂബോ അല്ലെങ്കിൽ അതുപോലുള്ള ഏത് ഫോമിനെയും സ്പേസ് ലൈക്ക് എന്ന് പറയുമ്പോൾ ഏതാ സ്പേസിലാണല്ലോ നിൽക്കുന്നില്ല. ടൈമില് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ സ്പേസില് സ്ക്വയർ റൂട്ടോ നമ്മൾ റൂട്ട് അല്ല, ടൈം ലൈക്കില് ഹരിച്ചൊരു നമ്പേഴ്സ് എന്ന് പറഞ്ഞു. എല്ലാ നമ്പേഴ്സും, റിയൽ നമ്പേഴ്സും കോംപ്ലക്സ് നമ്പേഴ്സും ഇപ്പൊ പറഞ്ഞ എല്ലാം. അപ്പൊ സ്പേസില് റൂട്ട്സ്, അതിന്റെ റെപ്രസെന്റേഷൻ ആണ് ഈ വരുന്ന ഇതെല്ലാം. ഏതാ ഇപ്പൊ പറഞ്ഞ ഇനി സ്പേസിലേക്ക് വരുമ്പോഴാണ് ബാക്കിയുള്ളതൊക്കെ വരുന്നത്. മനസ്സിലായി. Is an acceptable model mathematics a mere amalgam of space-time factors or more unitary understood which person would recommend and prefer? എന്റെ ഹരിച്ചേട്ടാ ഒരുമാതിരിയൊക്കെ ഐഡിയ കിട്ടി. അത്രേ ഉള്ളൂ, കൂടുതൽ ഐഡിയ ആക്കണ്ട. 1000 നന്ദി. അല്ലെങ്കിൽ എനിക്ക് ഒരു ജനങ്ങൾക്ക് മനസ്സിലാവില്ല. നന്ദി എങ്ങനെയൊന്നും ഇല്ല, നന്ദി.
ഹരി ഓം സ്വാമി അമ്മ. അമ്മ, അപ്പോ നമ്മൾ ഇന്ന് ഡിലൈറ്റ്സ് ഓഫ് പസിൽസ് ഓഫ് മാത്തമാറ്റിക്സ്, ഡിലൈറ്റ്സ് അതില് നമ്മള് 3ഉം 4ഉം നമുക്ക് ഇന്ന് നോക്കാം അല്ലേ? നോക്കാം. അപ്പൊ അതില് 3ഉം 4ഉം ഞാൻ അതിന്റെ ഹരിച്ചേട്ടനുമായിട്ട് നമ്മുടെ ഗുരുദാസ്ജിയായിട്ട് അത് സംസാരിച്ചതിന്റെ ഞാൻ ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചുകൂടി ഈസിയായി മനസ്സിലാക്കാൻ ഹെൽപ്പായിരുന്നു. കണക്ക് മാഷായതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു സഹായം വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അത് നമ്മള് ഇതിപ്പോ നമ്മുടെ 39th ഡേ ആണ്. അപ്പൊ അതില് നമ്മള് 39A ആയിട്ട് അദ്ദേഹത്തിന്റെ ഞാനുമായിട്ട് സംസാരിച്ചത് നമ്മള് ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് 39B ആയിട്ട് ഇത് നമുക്ക് ഇടാം. നമ്മള് അപ്പൊ അത് ഒന്ന് ആ 2 പാരഗ്രാഫ് നമുക്ക് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോ നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിച്ചത് ദീസ് ആർ ലിസ്റ്റ്. തേർഡ് എന്ന് പറയുന്നത് 2 കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അതിനകത്ത് നമ്മൾ ആബ്സല്യൂട്ടിലോട്ട് എത്തിയാൽ അരിത്മെറ്റിക് ഓപ്പറേഷനെ സംബന്ധിച്ചും പിന്നെ ഈ മോണോമാർക്സിനെ സംബന്ധിച്ചും പിന്നെ ഈ പൈത്തോഗിന്റെ ചില ഷേപ്സും മറ്റേതിന്റെയും ഒക്കെ കൺസെപ്ച്വൽ ആണോ ആ കാര്യത്തിലൊക്കെ ഉണ്ടാവുന്ന ആ ഷോർട്ട് കമ്മിങ് ആബ്സല്യൂട്ടിൽ വന്നാൽ കുറച്ചുകൂടെ നന്നായിട്ട് അത് ഫൈൻഡിങ്സ് കുറച്ചുകൂടി മെച്ചപ്പെട്ടെന്നുള്ള ആ പോയിന്റ് ഗാൽവായുടെ കാര്യത്തിലൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ഇവിടെയും ഈ 3ാമത്തെ പോയിന്റിലും അതുപോലെ ഒരു ചെറിയ ഷോർട്ട് കമ്മിങ് ഉള്ളത് അത് ഓവർകം ചെയ്യാമെന്ന് ഉള്ള ഒരു പോയിന്റ് നമുക്ക് കിട്ടും. ബിക്കോസ് ഈ അദ്ദേഹം പറഞ്ഞു തന്ന കാര്യം വെച്ച് നോക്കുമ്പം അത് കുറച്ചുകൂടി പിടി കിട്ടും. കാരണം ഈ പിന്നെ തിയറി ഓഫ് ഓൺസെമ്പിൾസ് എന്ന് പറയുന്നത് ജോർജ് കാന്ററിന്റെ ഡീൽസ് വിത്ത് ദ തിയറി ഓഫ് സെറ്റ്സ്. അതായത് കാന്റർസ് തിയറം ഇൻ സെറ്റ് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ സൈസ്, വലുപ്പം, എത്ര നമ്പർ ഉണ്ടെന്ന്. ദ കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ് ഈസ് strictly less than the cardinality of its subset. പക്ഷെ അത് എപ്പോഴും ഒന്നുമല്ല. ഗുരുദാസ്ജി പറയായിരുന്നു, ഇപ്പൊ പിന്നെ ഇൻഫിനിറ്റ് സെറ്റ് നമുക്ക് പിന്നെ ഇൻഫിനിറ്റ് സെറ്റ് ആണെങ്കിൽ അതിനകത്തെ സബ്സെറ്റും ഇൻഫിനിറ്റ് ആയിരിക്കും. അല്ലാതെ കാർഡിനാലിറ്റി കുറവും പിന്നെ സബ്സെറ്റ് കൂടുതലും ആ നിലവാരമായിരിക്കത്തില്ല. ഇൻഫിനിറ്റി ആയിരിക്കുമ്പം ഇൻഫിനിറ്റ് പിന്നെ സെറ്റ് ആണെങ്കിൽ അതിനകത്തെ കാർഡിനാലിറ്റി, അതായത് നമ്പർ സൈസ്, എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ആ സൈസും സബ്സെറ്റിന്റെ എണ്ണവും തുല്യമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പം എന്താണ് സെറ്റിലുള്ളത്? സെറ്റിനകത്തുള്ളത് ട്രാൻസ്ഫൈനൈറ്റ് നമ്പേഴ്സ് ആണ്. ആൻഡ് ശരിക്കും പറഞ്ഞ ആ ട്രാൻസ്ഫൈനൈറ്റ് നമ്പേഴ്സ് ഇൻഫിനിറ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും അത് പറഞ്ഞ പോലെ ഗുരുദാസ്ജി പറഞ്ഞതുപോലെ 900 നമുക്ക് മൈൻഡ് ലെവലിൽ നിന്ന് പറയുന്നത് 900, പക്ഷെ എന്നാ 900 അപ്പുറം ഒന്നുണ്ട്, അത് നമുക്ക് അറിയില്ല. അപ്പോൾ ഈ ഇൻഫിനിറ്റ് നമ്മുടെ ആ റെസ്ട്രിക്റ്റഡ് അവയർനെസ്സിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ നല്ല സയന്റിസ്റ്റോ ആരെങ്കിലും വേണമെങ്കിൽ നമുക്ക് പറയാം, though it is considered to transfinite numbers, though it is considered to be infinite in the they are not they are in the sense that is they are not larger than the finite number, yet they are larger, they might be larger than the finite number, but they are not necessarily absolutely infinite അല്ല. എന്നാൽ ഫൈനൈറ്റ് നമ്പേഴ്സിനെക്കാട്ടിൽ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ 1, 2, 3, 4 are finite numbers, and according to us, the normal human beings, some may say millions, some may say crore is 900, some may say million is 900, some may say billions is 900. അങ്ങനെ
പലതും പിന്നെ ഫൈനൈറ്റ് നമ്പർ എന്ന് പറയുന്നതിന്റെ ഡെഫിനേഷൻസ് മാറാം, പ്രോബബിലിറ്റീസ് പോലെ. അപ്പോൾ അതെല്ലാം എന്തായിട്ട് എടുക്കുന്നു നമ്മൾ? അത്രയും നമ്പേഴ്സ് ഉണ്ടെങ്കിൽ, അത്രയും എലിമെന്റ്സ് ഉണ്ടെങ്കിൽ, we call them infinite, but then they are not infinite in the true sense of the word. They are not absolutely infinite എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. അങ്ങനത്തെ ഇൻഫിനിറ്റ് സെറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിനകത്തെ എലിമെന്റ്സിനെയും നമ്മൾ ട്രാൻസ്ഫൈനൈറ്റ് നമ്പേഴ്സ്, അത് എലിമെന്റ്സ് നമ്പർ ആണെങ്കിൽ we call it, ആൽഫബറ്റും ആകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗുരുദാസ്ജി. അപ്പൊ നമ്പർ ആണെങ്കിൽ then it is called transfinite numbers. Then ഈ ട്രാൻസ്ഫൈനൈറ്റ് നമ്പേഴ്സിന് ഇത് 2 തരം ഉണ്ട് ഒരു സെറ്റിനകത്ത്. അതായത് ട്രാൻസ്ഫൈനൈറ്റ് കാർഡിനൽസും ഉണ്ട്, ട്രാൻസ്ഫൈനൈറ്റ് ഓർഡിനൽസും ഉണ്ട്. അതായത് കാർഡിനൽസ് എന്താണെന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടത്, നമ്പർ. ആ ട്രാൻസ്ഫൈനൈറ്റ് നമ്പേഴ്സ്, transfinite cardinals or transfinite numbers, they show that they are the cardinal numbers that are used to quantify the size of the infinite set. അപ്പോൾ ഇൻഫിനിറ്റ് സെറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ കാന്റോസ് തിയറമിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് എത്ര എലിമെന്റ്സ് ഉണ്ട്, നമ്പർ ആയിട്ടുള്ള എലിമെന്റ്സ് എത്ര എണ്ണം ഉണ്ട്, അതാണ് ഈ കാർഡിനൽ നമ്പേഴ്സ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഓർഡിനൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഗിവ്സ് ദ ഓർഡറിങ് ഓഫ് ദോസ് നമ്പേഴ്സ്. അപ്പോൾ ഒരു ഇൻഫൈനറ്റ് സെറ്റിനകത്ത് 2 കാര്യം ഉണ്ടാവും: എത്ര എലിമെന്റ്സ് ഉണ്ടെന്ന്, എങ്ങനെയാണെന്ന്, ഓർഡർ എന്ന്. ഈ എലിമെന്റ്സ് ഏത് ക്രമത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് ഈ 2 കാര്യം ചൂണ്ടിക്കാണിക്കാനായിട്ടും ട്രാൻസ്ഫൈനൈറ്റ് നമ്പേഴ്സ് വേണ്ടി വരും. അപ്പൊ ഇതാണ് ഈ ഫൈനൈറ്റ് ആയിട്ടുള്ള സെറ്റിനെ, ഇൻഫൈനൈറ്റ് എന്ന് പറയുന്ന, നോട്ട് എക്സാക്ട്ലി ഇൻഫൈനൈറ്റ്, അങ്ങനത്തെ ഉള്ള സെറ്റ്സിനെ കുറിച്ച് നമ്മൾ പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് വരാം. ഈ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൂടെ ഉണ്ടായാലേ ഉള്ളൂ നമുക്ക് ഈ തിയറി ഓഫ് എൻസെമ്പിൾസിലോട്ട് വരാൻ പറ്റുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹെൻറി പോയിൻറ്റെ സേസ് ദ ഫോളോയിങ്. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നത് തിയറി ഓഫ് ensembles is in a certain manner mathematics which has rid itself of its substance and is reduced to its pure form. അപ്പോ ഈ ഇത്ര എലിമെന്റ്സ്, പലതരം എലിമെന്റ്സ് ആണ് അതിനകത്ത് എടുക്കുന്നത്. അപ്പോൾ അത് ആൽഫബറ്റ്സ് ആകാം, അത് നമ്പേഴ്സ് ആകാം, അതിന്റെ ഓർഡർ മറ്റേതും എല്ലാം ആകാം. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്താലും അതിനകത്തെ കം ഡൗൺ ടു ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദാറ്റ്, അതിനകത്ത് നോക്കുമ്പം ഈ പോയിന്റ് റെലവെന്റ് ആണ്. ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദിസ് ഫാർ റീച്ചിങ് ഡിസ്കവറി ആർ മെനി, such as that of the notion of transfinite numbers and their one-to-one correspondence, both between transcendental or more immanent ones. എന്ന് പറഞ്ഞാൽ ശരത്ജി ഇത് പറയുന്നത് one-to-one correspondence is between transcendental or more immanent ones. Ones എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ട്രാൻസ്ഫൈനൈറ്റ് നമ്പേഴ്സ് ആണോ? ട്രാൻസ്ഫൈനൈറ്റ് നമ്പേഴ്സിന്റെ ഇത് തന്നെയല്ലേ ഇവിടെ പറയുന്നത്? അതന്നെയല്ലേ പറയും. അപ്പോ അതിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പൊ നമുക്ക് 2 സെറ്റ് ഉണ്ടെങ്കിൽ ഒരു സെറ്റില് ട്രാൻസ്ഫൈനൈറ്റ് നമ്പേഴ്സും ആ നമ്പർ എത്ര എണ്ണം ഉണ്ട്, എത്ര എലിമെന്റ്സ് ഉണ്ട്, n നമ്പർ ഓഫ് എലിമെന്റ്സ് ഉണ്ടെങ്കിൽ, അതുപോലെ വേറെ ഒരു സെറ്റ് എടുത്താൽ n നമ്പർ ഓഫ് ആൽഫബറ്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനാണെങ്കിൽ 1-to-1 കോറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്പേഴ്സ് 1, 2, 3, 4 ആണെങ്കിൽ അദ്ദേഹം പറഞ്ഞു ആൽഫബറ്റ്സിന്റെ സെറ്റിനകത്ത് ABCD ആയിരിക്കും. അപ്പോ ആദ്യത്തെ എലിമെന്റ് 1 എന്തുമായിട്ട് മറ്റേ ആൽഫബറ്റ്സിന്റെ ആദ്യത്തെ പിന്നെ എലിമെന്റ് ആയിട്ട് റിലേറ്റഡ് ആണ്, കോറസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ ദോസ് ടു 1-to-1 correspondence or relation to those. Then the second what's the element in the first set will be corresponding to the. അമ്മ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇതിനകത്ത് ഈ when you talk about notion of transfinite numbers,
that can be either be numbers or variables or elements, whatever it may be. Then when you say elements or numbers, you can take numbers or karanam. May I say that I was just going through, then it says that we gave, if we go through the next session, it talks about constants, then of variables and all these things are mentioned, and numbers, everything are there. So numbers can be go to n, whatever it may be. And on this on variables also, you have I say A, B, C are a constant, X, Y, Z are this variable or some which is not which has to be ascertained. Which is our E parayunnathu. Does it mean that n corresponds to the transcendental and X, Y, Z variables corresponds to the transcendental notion, and immanent are the 1, 2, 3 concept of which is there, so which is can be computable by a rational being, which is known to the human domain as a pound of now, and the ABC, the constants therein, and it is whether it is this correspondence between the n and x or n, x, y, z on the one side, and 1, 2, 3 and ABC on one side, that represent the immanent ones. And is it this correspondence between these two, which is meant by these, which form a separate sets by themselves? Is it something like now what will happen is from these subsets can also come infinite sets in ipanile ipa 1 eduthu a eduthu ആ 1a എടുക്കുമ്പം അവിടെ ഏതെങ്കിലും ഫങ്ഷൻസ് വരാം, ഗുണിക്കുന്നതാകാം, അഡീഷൻ ആകാം, എന്തെങ്കിലും വരാം ഇവ തമ്മിൽ, മനസ്സിലായോ? ഏതെങ്കിലും ഓപ്പറേഷൻസ് ആകാം അവിടെ. അപ്പോൾ അങ്ങനെ വരുമ്പം എന്തോ വരും, അവിടെ സബ്സെറ്റ്സ് വരും. അപ്പോൾ ആ സബ്സെറ്റ്സ് വരുമ്പോഴും അതും എങ്ങനത്തെ നമ്പേഴ്സ് ആയിരിക്കും? അത് 0 ഒന്നും അല്ലെങ്കിൽ എന്തോ ആകും. ചിലപ്പം ഇഫ് യു സേ സപ്പോസിങ് ഐ ടേക്ക് a was -1 and the first one 1 minus 1, if I am multiplying 1 and adding, I am taking these two, 1 corresponding to a, and if a was -1, another one set പോലെ അങ്ങനെ -1 ആയിരുന്നെങ്കിൽ ഞാൻ ആഡ് ചെയ്താൽ 1 minus 1 will come to how much? It will come to 0. അപ്പോൾ 0 ടൈപ്പ് വരാം. അതായത് നോൺ ഫൈനൈറ്റ് ആയിട്ടുള്ള ആ ഫൈനൈറ്റ് ആയിട്ടുള്ളതിൽ 0 വരാം. 0 എന്നാൽ ഈ 1, 2, 3 പോലെ ഉള്ള ഒരു നമ്പർ അല്ല അവിടെ വരുന്നത് സബ്സെറ്റിൽ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ശരദി പറയുന്നത് ഇറ്റ് കുഡ് ബി ദാറ്റ് ടൈം ഓൾസോ ഇറ്റ് കുഡ് ബി കൺസിഡേർഡ് ആസ് ട്രാൻസെൻഡന്റൽ ഓർ മോർ ഇമാനന്റ് വൺസ്, അങ്ങനെയും കൺസിഡർ ചെയ്യാം. പിന്നെ ഞാൻ വേറെ ഒരു കാര്യം ഞാൻ പറയുന്നത്, നേരത്തെ പോസിബിലിറ്റീസും പ്രോബബിലിറ്റീസും ഒക്കെ നമ്മൾ സംസാരിച്ചില്ലേ, അതേ കണക്ക് എനിക്ക് ഇതിന്റെ ടെക്നിക്കാലിറ്റി ഒന്നും അറിയില്ല. ഞാൻ ഈ പ്രോബബിലിറ്റീസ് ആണോ, അതാണ് ഞാൻ പ്രോബബിലിറ്റീസിന്റെ കീഴില് ഈ കോൺസ്റ്റൻസിന്റെയും അല്ലെങ്കിൽ നമുക്ക് n അല്ലാത്ത നമ്പേഴ്സിനെയും കൊണ്ടുവന്നിട്ടും അതിന്റെ ഒരു അതെന്ന് പറയുന്നത് മോർ ഓഫ് ഈ പ്രോബബിലിറ്റി പ്ലെയിനിൽ വന്നിട്ട് പിന്നെ ഈ പറയുന്ന ഈ n അല്ലെങ്കിൽ ഈ വേരിയബിൾസ് XYZ വേരിയബിൾസ് വരുന്നത് പ്യുവർ ദിസ് തിങ്ങില്, അതായത് ടു ബി ട്രാൻസെൻഡന്റൽ ആയിട്ട് വരുന്നത്, അങ്ങനെ വല്ല കോൺസെപ്റ്റ് കണക്കിലുണ്ടോ? ഇത് പറയുന്നില്ലെങ്കിലും വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദിസ്, ഇങ്ങനെ കിട്ടുന്ന നമ്പർ എന്താണ് എന്തിന്റെ ഈ കാൻഡർ പറഞ്ഞെന്ന് വെച്ചാൽ കാൻറ്റേഴ്സിന്റെ കാര്യം കൂടുതൽ ചിന്തിക്കേണ്ട, സെറ്റിനെ കുറിച്ചാണ്. സെറ്റിനെ കുറിച്ചുള്ളപ്പം ഈ പറഞ്ഞ ശരത് പിന്നെ നമ്മുടെ മനസ്സിലാക്കിയത്, നമുക്ക് 2 സെറ്റ് ഉണ്ടെങ്കിൽ 2 സെറ്റില് ഒരു സെറ്റില് എലിമെന്റ്സ് നമ്പറാണ്, വേറെ ഒരു സെറ്റില് പിന്നെ സെറ്റിന്റെ സ്റ്റഡീസ് ഇഫ് യു ഗോ ടു വാട്ട് യു കോൾ ദാറ്റ് ബൈജു ആപ്പിൽ ഇട്ട് നോക്കിയാൽ അതിനകത്ത് 2 സെറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യാം, ആഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ട് അതിൽ നിന്നൊരു ആൻസർ കിട്ടും.
മനസ്സിലായോ? അതിനെവിടെ യൂസ് വരുന്നത്? ഇൻ സം ഹയർ കാൽക്കുലേഷൻസ് ഓഫ് പ്രോബബിലിറ്റി ആൻഡ് ഓൾ ദാറ്റ് വിൽ ബി യൂസ്ഫുൾ. മനസ്സിലായോ? അപ്പോൾ അതിന് മുമ്പേ ഉള്ള കാര്യമാണ് ഇത് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 സെറ്റ് ഉണ്ടെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്തോ ആഡ് ചെയ്തോ ചെയ്യുന്നതിന് മുമ്പേ അതിനകത്തെ നമ്പേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. 2 സെറ്റ് ഉണ്ടെങ്കിൽ ഈ 2 സെറ്റ് തമ്മിൽ ആ ഓരോ എലിമെന്റിനും ഒരു കോറസ്പോണ്ടൻസ് ഉണ്ട്. എന്നിട്ട് ആ കോറസ്പോണ്ടൻസ് ഇപ്പൊ നമ്മൾ ഫൈനൈറ്റ് നമ്പർ, ഇപ്പൊ ഇത് തന്നെ ഇവിടാണ് അതിന്റെ ആ ഷോർട്ട് കമ്മിങ് വരുന്നത്. ശ്രദ്ധിച്ചോണം. ഫൈനൈറ്റ് നമ്പർ ആണ് നമ്മൾ എടുക്കുന്നത്. ഫൈനൈറ്റ് നമ്പർ എന്ന് പറഞ്ഞപ്പം 900 എന്ന് വാക്ക് പറഞ്ഞു. അത് ഓരോരുത്തർക്കും പല രീതിയിൽ, മില്യൺ, ട്രില്യൺ, അങ്ങനെ വരുമ്പം ആ 900 അപ്പുറം ഒരു നമ്പർ, ഒരു ഇൻഫിനിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ബില്യൺ, ട്രില്യൺ അപ്പുറം ഒരു ഇൻഫിനിറ്റി ഉണ്ട്. അപ്പോ റെസ്ട്രിക്റ്റഡ് ആബ്സലൂട്ട് ലെവൽ ചെല്ലാതെ കിട്ടിയ ഇപ്പോഴത്തെ ഈ ട്രാൻസ്ഫൈനൈറ്റ് നമ്പേഴ്സിന് ഇതിന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. എങ്ങനെയാണെന്ന് ദേ കോൾ ട്രാൻസ്ഫൈനൈറ്റ് ബിക്കോസ് ദേ ആർ നോട്ട് എക്സാക്ട്ലി ഇൻഫിനിറ്റി ബട്ട് they are finite numbers only. So in order to reach the infinity level, transfinite in infinity level പോകണമെങ്കിൽ ഈ സാധാരണ നമ്മുടെ ഈ ഇന്റലക്ച്വൽ ലെവലിൽ നിന്ന പോരാ, even the scientists have to go over that come to the absolute field such that these numbers which are inside this set is, transcendental. അങ്ങനെ ചിന്തിക്കാം. ഈ നമ്പേഴ്സിന് അതീതമായിട്ടൊരു നമ്പർ അതിനകത്ത് വരും വിച്ച് ഇസ് ഇൻഫിനിറ്റി. ആ ഇൻഫിനിറ്റി ട്രാൻസെൻഡന്റൽ ആണെന്ന് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിലെ, അങ്ങനെ ചിന്തിക്കാം. യൂണിവേഴ്സിന് അതീതമായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് ട്രാൻസെൻഡന്റൽ. അതർവൈസ് കോൾഡ് ഡിവിനിറ്റി. That is transcendence is the idea of divinity that is wholly separated from the universe എന്നാ പറയുന്നത്. എന്നാ immanence എന്ന് പറയുന്നത് is the idea of divinity being present in the world we all inhabit. അപ്പൊ ഈ നമ്പറിന്റെ നേച്ചറും അതുപോലെ വരും. So inside that being മാത്രം നിന്നാൽ it will be the immanent parts. But if you want it to be more immanent and transcendental type വരണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? നമ്മുടെ ആ സയന്റിസ്റ്റിന്റെയും ഈ 900 ഒക്കെ മാറി ആ ഇൻഫിനിറ്റ് ലെവലിലോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ, അതായത് ആബ്സലൂട്ട് ലെവലിലോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നത്? ശരിയായ ഇൻഫിനിറ്റ് ആയിട്ടുള്ള പിന്നെ സെറ്റ് കിട്ടുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. കാരണം ഇതിന്റെ ഡിസ്കഷന് മുമ്പേ ഒരു പോയിന്റ് അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ ഓത്തർ പറയുന്നുണ്ട്, ഡിലൈറ്റ്സ് ആൻഡ് പസിൽസ് ഓഫ് മാത്തമാറ്റിക്സ്. വി ഷാൽ നൗ എന്യൂമറേറ്റ് സം ഓഫ് ദം which remains unrationalized, some discoveries, some innovations, some inventions which remain unrationalized to the present day. We shall now enumerate some of them at random without attempting to be too orderly and sequential, so as to show how a science of the absolute could be enriched and clarified by findings. Now, finding kitti, though they are transfinite numbers, they are not, and they are called infinite sets. They are not exactly infinite. They are the finite only, and only a high level of that finiteness, restricted to each one's റേഷണാലിറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതാണ് അതിന്റെ ലിമിറ്റേഷൻ എന്ന്, അൺറേഷണലൈസ്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് പിന്നെ അവർ പറയുന്നത്, വി സീ ദാറ്റ് ഫ്രം ദിസ് ഫൈൻഡിങ് ഹൗ വി ക്യാൻ ഷോ ഹൗ എ സയൻസ് ഓഫ് അബ്സല്യൂട്ട് കുഡ് ബി എൻറിച്ച്ഡ് ആൻഡ് ക്ലാരിഫൈഡ് ബൈ ഇറ്റ്സ് findings. So our findings should be such that we have to go to that extreme level. ഇൻഫിനിറ്റി എന്ന് പറയുന്ന എഴുതുന്ന ഒരു കാര്യം ഉണ്ടല്ലോ മാത്സിൽ, 8 പോലെ. ഇൻഫിനിറ്റി ഇങ്ങനെ മാത്സിൽ ഇങ്ങനെ 8 പോലെ എഴുതും, ഹോറിസോണ്ടൽ 8 പോലെ. അപ്പോൾ ആ ലെവലിൽ ചെന്ന് എത്തണമെങ്കിൽ, അതുകൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു
കോൺഷ്യസ്നെസ് ലെവലിൽ പോയാലേ അത് പറ്റുള്ളൂ. അപ്പൊ അവിടെ നമുക്കപ്പം ആ റെസ്ട്രിക്ഷൻ നമുക്ക് തോന്നുന്നത്. വി കാൺട്ട്. ക്യാൻ യു എക്സ്പീരിയൻസ് ഇറ്റ്? ക്യാൻ യു കം ടു ദാറ്റ് ലെവൽ ആൻഡ് കം ടു സച്ച് എ ഹൈ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു നമ്പറിലോട്ട് വരാൻ പറ്റുമോ? ഇൻസ്റ്റെഡ് ഓഫ് 9,000 അപ്പുറം ഒന്നുണ്ട്. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ വരുമ്പം എവിടെ ആർ വി ഫോളിങ് ഷോർട്ട് ഓഫ് ദ ആബ്സല്യൂട്ട്? ആ ഒരു പോയിന്റിലോട്ട് നമ്മളെ ചിലപ്പം കൊണ്ടുപോകുമായിരിക്കും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്രയും മതി. ഈ 3 നമ്മൾ അത്രയും പറഞ്ഞാൽ മതി. വി നീഡ് നോട്ട് ഗോ ഇൻടു ദ കാൻറ്റേഴ്സ് സെറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഓൾ ദാറ്റ്. ഇറ്റ് ഈസ് റിഗാർഡിംഗ് ദ നേച്ചർ ഓഫ് ദ എലിമെന്റ്സ് അവിടെ പറഞ്ഞത്. അതിനൊരു പൂർണ്ണത ഇല്ലെന്നുള്ള ആ ഒരു കാര്യം. മനുഷ്യൻ ഉപയോഗിക്കുന്ന വാക്കും ഇൻഫിനിറ്റ് എന്ന് അങ്ങനെ ഉപയോഗിക്കുന്നതിൽ യാഥാർത്ഥ്യമില്ല. അത് ഇൻഫിനിറ്റ് അല്ല, അത് ഫൈനൈറ്റ് തന്നെയാണെന്നുള്ളൊരു ചൂണ്ടിക്കാട്ടലാണത്. ഇറ്റ് ഇസ് ഓൺലി ടു ദാറ്റ് എക്സ്റ്റെന്റ്. അത്രയും മാത്രം നമ്മൾ എടുത്താൽ മതി. അതിനപ്പുറം നമ്മൾ പോകേണ്ട ആവശ്യം. Now, next coming, and you come now. Now the Pythagoras theorem, Pythagorean concepts ഒക്കെ. അപ്പോൾ ഒന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ വേറെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. He has made many contributions. One is this tetrasthesis ഒന്ന്. Then the space and number അതിന്റെ 2. അത് രണ്ടും ആദ്യം ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് 9ന്റെ ടേബിൾസിലോട്ടും പോകാം. അപ്പൊ ഇതൊക്കെ എന്തോന്ന് പറയാം? യു ക്യാൻ സേ ദാറ്റ് ഓൾസോ ദർ ആർ സം വണ്ടേഴ്സ് ഇൻ ദിസ്, ഇസ്ന്റ് ഇറ്റ്? നമ്മളെ പൈതോഗറസിന്റെ മെനി മിസ്റ്ററീസ് ഒന്നും ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലത് ഒളിഞ്ഞിരിക്കുന്ന, പക്ഷെ പെട്ടെന്ന് പിന്നെ കണ്ടുപിടിക്കാൻ പറ്റും ശ്രദ്ധിച്ച് നോക്കിയാൽ. സ്പേസ് ആൻഡ് നമ്പർ സീംസ് ടു ബി പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് ബിറ്റ്വീൻ themselves. അപ്പൊ അത് പൈതോഗറസ് പോയിന്റ് ഔട്ട് ചെയ്തു. പൈതോഗറസ് അങ്ങനെയും പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. നമ്മൾ പിന്നെ സ്പീഡിൽ പോകുന്നതുകൊണ്ടാണ് പൈതോഗറസ് എന്ന് പറയുന്നത്. Pythagoras points out that we can treat numbers so as to reveal certain shapes when suitably arranged in lines. Numbers lines ആയിട്ട് അറേഞ്ച് ചെയ്യണം. അത് മനസ്സിലായോ സർജി? എന്ന് വെച്ചാല് സ്പേസും നമ്പേഴ്സും ആണ് അദ്ദേഹം പറയുന്നത്. അതായത് നമ്പേഴ്സിനെ നമ്മൾ ശരിക്കും എന്താ ഇപ്പൊ ട്രയാങ്കിള് നമ്മൾ അത് നമ്പേഴ്സിനെ കൊണ്ടാണ് നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ലൈനിൽ നമുക്ക് ആ നമ്പേഴ്സിനെ ജോയിൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്തായി? അതായി ലൈനായി. അത് തന്നെയാണ് സ്പേഷ്യൽ റെപ്രസെന്റേഷൻ ഓഫ് നമ്പേഴ്സ്. സ്പേഷ്യൽ റെപ്രസെന്റേഷൻ ഓഫ് നമ്പേഴ്സ്. അതായത് ഇപ്പം ഇങ്ങനെ പറയാം. അപ്പൊ അവര് രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടല്ല. That's why they are this thing hide and seek. Python point out that they can treat numbers to reveal certain shapes suitably arranged lines, whether triangular, rectangular, pentagonal. ഇപ്പൊ നമ്മൾ പെന്റഗൺ ഷേപ്പ് ഇത് പറയുന്നു ABCDE അല്ലെങ്കിൽ 1 2 3 4 5. അപ്പൊ നമ്മൾ ആ റെപ്രസെന്റ് വേരിയബിൾസ് ഉണ്ടോ ഇത് പറയാം. അപ്പൊ ആക്ച്വലി അത് തന്നെയാണ്. ഇപ്പൊ A to B എന്ന് പറഞ്ഞ പോയിന്റ് അത് തന്നെ ഇൻഫിനിറ്റ് നമ്പേഴ്സിന്റെ കീഴിൽ കൊണ്ടുവരാം. That represent a line itself. Yes. If number 1 can represent a single line, number 2 can represent 2 lines which are meeting one place. Number 3 can represent 3 lines touching each other. That time it will become a triangle. എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ ആവും. അപ്പോൾ 4 ലൈൻസ് പരസ്പരം ഇങ്ങനെ മുട്ടി വരുവാണെങ്കിൽ നമുക്ക് ഒരു റെക്ടാങ്കിൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഉണ്ടാകാം, ഡിപെൻഡിങ് ഓൺ ദ ലെങ്ത് ഓഫ് ദ ലൈൻ. ലൈൻസ് ജോയിനിങ്. അപ്പം അതാണ് ആൾജിബ്രയും ജോമെട്രിയും എല്ലാം സ്പേസും നമ്പറും അരിത്മെറ്റിക്കും ജോമെട്രിയും തമ്മിലുള്ള ഒരു കണക്ഷൻ. നമ്പറും ടൈം ലൈക്ക് നമ്പറും സ്പേസ് ലൈക്ക് എന്ന് പറഞ്ഞില്ലേ നമ്മള്? സ്പേസ് ലൈക്ക് പിന്നെ ഷേപ്സും ഫോം എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അത് ഹൈഡ് ആൻഡ് സീക്ക് രണ്ടും ഒരു പ്ലെയിനിൽ തന്നെയാണ് നിൽക്കുന്നത്. അതെ. അപ്പൊ അത് ഓക്കെ. ദാറ്റ് ഈസ് വൺ തിങ് പൈതോഗറിയന്റെ കാര്യത്തിൽ. 5 ലൈൻ ഉണ്ടെങ്കിൽ പെന്റഗോണൽ കിട്ടും, 6 ആണെങ്കിൽ ഹെക്സഗോണൽ, ഹെക്സഗോണൽ, ഒക്ടഗോണൽ, നോണഗോണൽ, അങ്ങനെ. This secret discovery has sufficed to elevate
tetratyas into the symbol of hypostatic value of adoration. അല്ലേ? അതാണ് മറ്റേ ഒരു ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് ആണ് ഈ ഹൈപ്പോസ്റ്റാറ്റിക് അവർ പറയുന്ന ഒരു ഡിവിനിറ്റിയും ഹ്യൂമാനിറ്റിയും രണ്ടും യോജിച്ച് അതിനെ അഡോർ ചെയ്യാൻ ആരാധിക്കാനുള്ള ടെമ്പിൾസില് ഈ ടെട്രാക്ടീസ് എന്ന് പറഞ്ഞ ആ ഒരു ഷേപ്പ് ഉണ്ടാക്കിയത്. അത് Pythagorean thought that exists even today and it is used in adoration of that hypostatic value. അതായത് ക്രിസ്ത്യാനിറ്റിയിൽ അവര് അത് പ്രാർത്ഥന സമയത്ത് they pray before that and then only they go into that silence for 5 years. So അതും കിട്ടിയ ഈ ഒരു ഈ നമ്പർ. കാരണം അവിടെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, അവിടെ ആദ്യത്തെ ഒരു അതിന് പല ഈ ടെട്രാക്ടീസിന് പല ഉപയോഗങ്ങളുണ്ട്. എങ്ങനെന്ന് പറഞ്ഞാൽ ആ ടെട്രാക്ടീസ് വരച്ചത് നമ്മൾ നോക്കിയാൽ ഇങ്ങനെ ഇതൊരു പിന്നെ ഇങ്ങനെ ത്രികോണത്തിൽ ഇങ്ങനെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. ഒരു ചർച്ചിന്റെ മുകളിലത്തെ ആ പാട്ടില്ലേ അങ്ങനത്തെ പോലെ വരും. അപ്പോൾ അതിനകത്ത് മുകളിൽ ഒരു പോയിന്റ് ഉണ്ട്, അതിന്റെ അടിയിൽ 2 ലൈൻസ് അപ്പാർട്ട്, ഒരു പോയിന്റ്, പിന്നെ അടുത്ത ലെവലിൽ 2 പോയിന്റ്, മൂന്നാമത്തെ ലെവലിൽ 3 പോയിന്റ്, നാലാമത്തെ ലെവലിൽ പിന്നെ 4 പോയിന്റ്സ് ഉണ്ട്. അങ്ങനെ 1, 2, 3 അപ്പോൾ എത്രയായി? 6. 6ഉം വേറെ 4 പോയിന്റ്സ് താഴെ വരുമ്പോൾ 10 പോയിന്റ്സ്. 10 പോയിന്റ്സ് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരുമ്പം ആ ആദ്യത്തെ ഒറ്റ ഒരു ഡോട്ട് ഉള്ളത് അത് സിംഗിൾ ആണ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ പോയിന്റ്. ബട്ട് when you come lower down, when there are 2 points on the same level, if you join it, there one line comes. It's a line. And when you go below, then what happens is 3 of them are joining. And then you extend it to the top part where you have a triangle, a planar triangle. കുറച്ചുകൂടെ നമ്മൾ താഴോട്ട് വരുമ്പോൾ ആ 4 എണ്ണോട് എടുത്താൽ ആ 4 എണ്ണവും പിന്നെ മുകളിലത്തെ ഒന്നും അത് ആക്ച്വലി ഇറ്റ് ഷോസ് 3-dimensional 3 points ഉള്ള ഒരു എന്താണ് ടെട്രാഡ് പോലെ ഒരു സാധനം ആണ്. അങ്ങനെ പല ഷേപ്സും വരും ഇതിനകത്ത്. ദാറ്റ് ഈസ് ഓൾസോ ഇൻകോർപ്പറേറ്റ്. ജോമെട്രിയൽ പോയിന്റ്സും ഈ ടെട്രാക്ടീസിൽ വരുന്നുണ്ട്. ബിസൈഡ്സ് ദിസ് ഹൈപ്പോസ്റ്റാറ്റിക് വാല്യൂ ഫോർ അഡോറേഷൻ ടെമ്പിൾസിലുള്ള അതിനപ്പുറം ഇതും ഉണ്ട് ഒരു യൂസ്. പക്ഷെ നമുക്ക് അതിലോട്ട് കൂടുതൽ അങ്ങോട്ട് പോകണ്ട. പിന്നെ വേറൊരു കൺസെപ്റ്റും എന്താ ഇവര് പറയുന്നതെന്ന് വെച്ചാല് ഈ അമ്മ ഈ പറഞ്ഞ കണക്ക് 10 പോയിന്റ്സ് ഉണ്ട്. അതിന് 3 ഡയമെൻഷനില് ഒന്ന് മൊണാഡ്, പിന്നെ സിംഗിൾ അതുണ്ട്. യെസ്, മോനാഡ് ഉണ്ട്. പിന്നെ മോനാഡ് കഴിഞ്ഞിട്ട് 2 എണ്ണം വന്നു ഇല്ലേ? അപ്പൊ അത് 2 എണ്ണം വരുന്നതാണ് ആക്ച്വലി അതിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഒരു ഇൻഫിനിറ്റ് എന്ന് പറയുന്നത്. 3 എണ്ണം വരുന്നത് ഈ ഹാർമണിയിലേക്കും ഈ 4ാമത്തെ ഇത് വരുമ്പോഴത്തേക്കാണ് ആ കോസ്മോളജിയിലേക്കും. പിന്നെ ഇതിന് ഈവൻ എർത്തിലി 4 എലമെന്റ്സിന്റെ ഒരു കൺസെപ്റ്റും 4 എലിമെന്റ്സിന്റെ ഉണ്ട് കൺസെപ്റ്റും ഇതിനകത്ത്. അതെ, അതായത് മോണിസം, മോനാഡിന്ന്, അതായത് ക്രിയേറ്ററിന്ന് ആ 4 എലിമെന്റ്സ് ഉണ്ടായിട്ട് ആ 4 എലിമെന്റ്സിൽ നിന്ന് പിന്നെ മറ്റേ ഒരു 10 എണ്ണം വേറെ ഉണ്ടല്ലോ, ആ ഒരു കൺസെപ്റ്റ് കൂടെ ഉണ്ട് അതിനകത്ത്. അതുകൂടെ ഉണ്ട്. പിന്നെ പൈത്തോഗ്രിയൻ നെക്സ്റ്റ്. അപ്പോൾ ഇത് 2 പൈത്തോഗ്രിയന്റെ 2 പിന്നെ the space number connection shapes in geometry. പിന്നെ ഇത് ആ ഷേപ്പിംഗ് ഉണ്ടായ ഈ വേറെ ഒരു in connection with elements and in connection with the adoration. Then comes that is over. ആ പോയിന്റ് കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ എന്തോ ഷോർട്ട് കമ്മിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ചിന്തിക്കണം എന്താണ്. ഇപ്പം അങ്ങനെ പോകുമ്പം ഇൻഫിനിറ്റ് നമ്പർ ലെവലിലോട്ട് പോകുമ്പം പല ലൈൻസും കാണും. ആ പല ലൈൻസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ then you can just see multi
what kind of a dimension you will end up with, അങ്ങനെ ഒന്ന് ചിന്തിച്ചു പോകും. അപ്പൊ ഈ ക്ലാസിന്റെ ഇത്ര മാത്രമേ ഉള്ളൂ. ആ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റിനെ, ആ പ്രൊപ്പോർഷൻസ് ഇതൊക്കെ വരുന്നതിനെ ദാറ്റ് ഹാസ് ബീൻ എലിവേറ്റഡ് ടു ഒരു മെറ്റാഫിസിക്കൽ പ്ലെയിനിലേക്ക് പോവുകയാണ്. അപ്പൊ അത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഡൊമൈൻ കാണിക്കുകയാണ്. പിന്നെ ഷേപ്സ് ആൻഡ് സൈസ് നമ്മൾ ആ നമ്പേഴ്സും ഷേപ്സും ആയിട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു മെർജറാണ്, അത് കംപ്ലീറ്റ്നെസ് വരുന്നത് ഈ പറയുന്ന ആൾജിബ്രയും ജോമെട്രിയും എല്ലാം നമ്മൾ ചേർന്ന് വരുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അബ്സല്യൂട്ട് കോൺസെപ്റ്റിലേക്ക് അത് പറയുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ഈ ബ്യൂട്ടി ഓഫ് ടേബിൾ ഓഫ് 9 വരുന്നത്. വണ്ടർഫുൾ ആണ്. അത് എഴുതി നമ്മൾ നോക്കുമ്പോഴാണ് ശരിക്കും just they route out this table and sum up and add it, then they can see the beauty of that. അപ്പൊ അതാണ് നമ്മൾ പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ആയാലും സമ്മേഷൻ, മൾട്ടിപ്ലിക്കേഷന്റെ ഭാഗം തന്നെയാണ് ഈ സമ്മേഷൻ വരുന്നത്. പക്ഷെ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ അതൊരു, അപ്പൊ ആ സിമെട്രി നമുക്ക് കാണാൻ പറ്റുന്നു. പിന്നെ ഒരു വെച്ച മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്കില് അതിന്റെ മോർ റിച്ച് ഇൻ നമ്പേഴ്സ്, അത്രേ ഉള്ളൂ. അത് മാത്രമല്ല, ആ 54 കണ്ടില്ലേ, നമ്മുടെ കോഷൻ കിട്ടുന്ന ആൻസർ എടുത്ത് നോക്കിയാല് ആ 9 5 45 ആണ്, ബട്ട് 9 6 54. അപ്പൊ 4 5, പക്ഷെ താഴോട്ട് വരുമ്പോ 5 4. അതുപോലെ നമ്മള് 9 9s 81 എന്ന് എഴുതുന്നു, 9 2s 18 എന്ന് എഴുതുന്നു. അപ്പൊ 9 9s 81 എന്ന് പറഞ്ഞാൽ 8 1. പക്ഷെ 9 2s 18 എന്ന് പറഞ്ഞാൽ മറിച്ച് ഇടുന്ന നമ്പർ അല്ലേ, 18. ബ്യൂട്ടിഫുൾ. അത് ആ സിമെട്രി അതിനകത്ത് കാണും. അതായത് ലാറ്ററൽ ബൈലാറ്ററൽ സിമെട്രി ഉണ്ട്. ബൈലാറ്ററൽ സിമെട്രി മാത്രവുമല്ല, ഒരു വെർട്ടിക്കൽ സിമെട്രി പോലെ ഉണ്ട്. രണ്ടും ഉണ്ട്. കാരണം ഇപ്പൊ ആ കോഷൻസിൽ തന്നെ എടുത്താൽ നമ്മൾ 9 1s 9, പിന്നെ അത് കഴിഞ്ഞാൽ 9 2s 18. അപ്പൊ ആ 0 9 എഴുതിയിട്ട് ആദ്യത്തെ ആൻസറിന് പിന്നെ 18 എഴുതിയാൽ 18 9, പിന്നെ 9 3s 27. അപ്പൊ 18ന്റെ 1, 27ന്റെ 2, അങ്ങനെ താഴോട്ട് പോകുമ്പോ 1 2 3 4 5 6 7 8 9 ആ കോഷൻസിന്റെ ആദ്യത്തെ നമ്പർ 9 വരെ പോകും. നേരെ മറിച്ച് ആ ആൻസറിന്റെ എല്ലാ ആൻസേഴ്സിന്റെ വലത്ത് വശത്തെ ലൈൻ എടുത്ത് നോക്കിയാൽ ഇവിടെ നേരെ മറിച്ചായിരിക്കും. എങ്ങനെയായിരിക്കും? 0ൽ നിന്നും 4ലോട്ടുമായിരിക്കും പോകുന്നത്, 9ലോട്ടാണ് പോകുന്നത്, 9 വരെ പോകും. അങ്ങനെയുണ്ട്. ആ വെർട്ടിക്കൽ സിമെട്രിയും ഉണ്ട്. അതാണ് അതിന്റെ ബ്യൂട്ടി. വെരി നൈസ്. മാത്തമാറ്റിക്സിന് അങ്ങനെ ഒരു സിമെട്രിയും ഒരു ബ്യൂട്ടിയും അല്ലെ, നമുക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം അതിലുണ്ട്. അതാ വണ്ടർ. അതാണ് വണ്ടർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, മാത്സിൽ അതുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടെ കാണണമെങ്കിൽ നമ്മള് കുറച്ചുകൂടെ ഹയർ ലെവലിൽ വേണമെങ്കിൽ പോയാൽ വി ക്യാൻ സീ. ഇനി ആ ഒരു കാഴ്ചപ്പാട് വേണമെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ അദ്ദേഹം തന്നേ ഉള്ളൂ. ഇപ്പൊ പ്യുവർ ഡൊമൈനിൽ കൂടുതൽ നോളജ് പോയാൽ ദേ ക്യാൻ സീ ദിസ് വണ്ടേഴ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഇത് സാധാരണക്കാർക്ക് അദ്ദേഹം ഒരു എക്സാമ്പിൾ തന്നതേ ഉള്ളൂ. കാരണം ഇതിനകത്തെ ഹയർ ലെവൽ തലത്തിൽ സെറ്റിന്റെ കാര്യത്തിൽ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു സിമെട്രിക് ആണെങ്കിൽ അവർക്ക് കാണാൻ പറ്റും. ഹയർ ലെവലിൽ പോകുന്നവർക്ക് പറയാൻ പറ്റില്ലല്ലോ. അവിടെയാണ് നമുക്ക് ആ സ്കോപ്പ് വരുന്നത്. ആബ്സല്യൂട്ടിന്റെ ലെവലിലോട്ട് ചെന്ന് എത്താൻ ഉള്ള ആ സ്കോപ്പ് അവിടെയാണ്. പിന്നെ the relation between multiplication and addition itself, when closely considered, is a mystery. Although mystery ഉണ്ട്, although emphasis tend to be involved. Multiplication slowly comprises addition, rich in number, content and the formula. In the domain of exponential mathematics, the principle of multiplication attains more heights of abstractions. അപ്പം മൾട്ടിപ്ലിക്കേഷൻസ് എക്സ്പോണൻഷ്യൽ ആയിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ലെവലിന് അപ്പുറത്തേക്ക് പോവാണ്. കാരണം അതൊക്കെ എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, ഫോർത്ത് ഡിഗ്രി, Q into Q is equal to Q squared, Q into Q into Q with a Q cubed, അങ്ങനെ ഡബിൾ സ്ക്വയർ ആൻഡ് ക്യൂബ്, പിന്നെ അങ്ങനെ അങ്ങോട്ട് അങ്ങനെ പവർ കൂട്ടി വരുമ്പം ഈ ജനറൽ ഐഡിയാസ് അബ്സ്ട്രാക്ഷനും അതുപോലെ കൂടുന്നത് പോലെയാണ്. നമ്മൾ ആ മറ്റേ തലത്തിലെടുക്കുമ്പം അബ്സ്ട്രാക്ഷൻ കുറച്ചുകൂടെ കൂടും. അപ്പൊ അങ്ങനെ വരുമ്പം ഈ എന്താണ് റേറ്റ് ഓഫ് ഇൻക്രീസ് എന്തെങ്കിലും എക്സ്പോണൻഷ്യൽ എന്ന് പറയുമ്പം റേറ്റ് വല്ലാതെ കൂടുവോ അല്ലെങ്കിൽ വല്ലാതെ കുറയുവോ ചെയ്യുന്നതാണ്. രണ്ടും ആകാം.
അപ്പം അങ്ങനെ വരുമ്പം ഈ വാട്ട് ഹാപ്പൻസ് ഇസ് ദറ്റ് എക്സ്പൊണൻഷ്യൽ ആയിട്ട് നമ്മൾ അങ്ങനെ പോകുമ്പം ആ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ ഉണ്ടാകുമ്പം വാട്ട് വിൽ ഹാപ്പൻ that generalization also, it also gets enhanced, and general ideas also will get enhanced, and it can keep increasing according to the power. Logarithmic succession എന്ന് പറയുമ്പോൾ ആ പവർ കൂടുന്നതനുസരിച്ച് പോകും. പിന്നെ അതുപോലെ തന്നെയാണ് മോഡേൺ കോംപ്ലക്സ് നമ്പേഴ്സും. നമ്മളത് ഏതിലാ കാണുന്നത്? കാർട്ടീസിയൻ കോർഡിനേറ്റ്സിൽ കാണുമല്ലോ. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഈ മൈനസ്, പിന്നെ എന്താണ്, ഇമാജിനറി നമ്പർ വരുമ്പോഴാണ് എന്താണ് -1 അല്ലേ? -1 വരുന്നത്. ഇത് നമ്മള് ഈ പറയുന്ന മുകളിലേക്ക് നമ്മൾ ഈ പറയുന്ന ഈ ലോഗറിതമിക് അല്ല ജനറലൈസേഷൻ നമ്മൾ സ്ക്വയർ ആയി പോകുന്ന കണക്ക് തന്നെ താഴോട്ടും പിന്നെ ഓൾസോ നെഗറ്റീവ് സീരീസ് ഓഫ് ദ സെയിം കോണ്ടെക്സ്റ്റ് നോക്കാം. അപ്പൊ കോംപ്ലക്സ് നമ്പേഴ്സിൽ എന്നൊക്കെ ഐയും -ഐയിലും ഒക്കെ വരുന്ന ആ ഇമാജിനറി നമ്പേഴ്സ് ഒക്കെ ആ ഒരു കോണ്ടെക്സ്റ്റുവലിലാണ് വരുന്നത്. അപ്പൊ ഈ മൈനസ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു ദ സൈഡ് ബേസ് ഓഫ് ദ വെർട്ടിക്കൽ ആക്സിസ്. അപ്പം അതിന്റെ വൈ വരുമ്പോ വൈ പ്ലെയിനിൽ തന്നെ നെഗറ്റീവ് ഇത് വരുന്നല്ലോ. അതെ, മോളില് ഒറിജിനിന്റെ മോളില് 1 2 3 4 5 എന്ന പോയിന്റ്സ് കൊടുക്കുവാണെങ്കിൽ താഴോട്ട് വരുമ്പം -1 -2 വൈ ആക്സിസ് -3 -4. അപ്പോൾ ആ നമ്പേഴ്സ് -2 എന്ന് പറയുന്നത് തന്നെ 2 raised to the power of -2 എന്ന് എഴുതിയിട്ട് അത് -2 എന്ന് പറയുമ്പം ആ സംഖ്യ പിന്നെ താഴോട്ട് വരുന്നതായിട്ട് മൈനസ് ആയിട്ട് വരുന്നതിന്റെ അത് നമ്മൾ എങ്ങനെ എഴുതണ്ടെന്ന് പറഞ്ഞത് 2 raised to the power of 2 സ്ക്വയർ റൂട്ട് എടുക്കുമ്പം അത് ഇൻറ്റു ഐ ഇടുമ്പം ഐ ഇസ് ഈക്വൽ ടു -1 എന്നാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം ആ ഫാക്ട് അതിന് ഒരു ഇമാജിനറി നമ്പറും ഒരു റിയൽ നമ്പറിന്റെ കോമ്പിനേഷൻ, അത് അങ്ങനെയാണ് ആ വൈ ആക്സിസിൽ അത് -1 -2 -3 -4 ആയിട്ട് വരുന്നത്. അതും എന്തിനാണ്? നമുക്ക് ഈ എന്താണ് മോണോമാർക്സിന് വേണ്ടി ഉള്ള സംഖ്യകളാണ്. പിന്നെ അത് മാത്രമല്ല, കോംപ്ലക്സ് നമ്പേഴ്സ് മാത്രമല്ല, അവർ പറയുന്നുണ്ടല്ലോ ഇറേഷണൽ നമ്പേഴ്സ്, ഇമാജിനറി നമ്പേഴ്സ്, ഇൻകമൻസുറബിൾ നമ്പേഴ്സ്, മെൻസുറേഷൻ incommensurable numbers, ഇതെല്ലാം they can be fitted into the idea of quaternion. അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും കുറുകെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പം ആ സെന്ററിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ 4 ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ 4 ക്വാർട്ടേഴ്സിൽ എവിടെയെങ്കിലും ഈ ചില പ്രോപ്പർട്ടീസ് നമുക്ക് അളക്കണമെങ്കിൽ അവിടെ വി യൂസ് ദാറ്റ് ടു റിഫർ ടു ദാറ്റ്. പിന്നെ we can also think of other dimensions. എങ്ങനെന്ന് പറഞ്ഞാൽ ഈ എക്സും വൈയും ക്രോസ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരെ കാണുമ്പം നമ്മുടെ നേരെ ഹോറിസോണ്ടൽ ലെവലിലാണ്. നമ്മൾ ഇരിക്കുന്നിടത്തു നിന്ന് നമ്മൾ പേപ്പറിൽ കാണുമ്പോൾ നേരെ ഹോറിസോണ്ടലാണ്, മറ്റേത് നേരെ വെർട്ടിക്കൽ. ഈ സെറ്റപ്പ് നടുക്ക് പിടിച്ചോണ്ട് നമ്മൾ ലേശം ഒന്ന് ചരിക്കുവാണെങ്കിൽ ഈ ഹോൾ തിങ് കുറച്ച് ചരിയും. എന്നാലും XY ഉണ്ട്, കുറച്ചുകൂടി ചരിക്കാം. അങ്ങനെ 360 ഡിഗ്രി നമുക്ക് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ആ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താലും ഈ XY ആക്സിസ് കാണും. ദാറ്റ് ഈസ് കോൾഡ് ദ എൻ ലെഗ്സ്. അപ്പോൾ ആ എൻ ലെഗ്സിൽ അവിടെയും നമുക്ക് എന്തോ ഉണ്ടാകാം. വി ക്യാൻ ഈവൻ തിങ്ക് ഇൻ ടേംസ് ഓഫ് മെനി ഡയമെൻഷൻസ് ഓർ ഇൻ ടേംസ് ഓഫ് ന്യൂമറസ് എൻ ലെഗ്സ്. സം ഓഫ് ദെൻ ടൈം ലൈക്ക് ആൻഡ് സം സ്പേസ് ലൈക്ക്. അതായത് ടൈം ലൈക്ക് എന്ന് പറയുമ്പോൾ നമ്പേഴ്സ് ആകാം, അല്ലെങ്കിൽ സ്പേസ് ലൈക്ക് shapes ആകാം. These are acceptable to modern mathematicians as a fusion of space-time factors or as more unitively understood, which Bergson would recommend and prefer. അത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ആ യൂണിറ്റീവ് ആയിട്ടുള്ള ആബ്സല്യൂട്ട് ലെവൽ കോൺഷ്യസ്നെസ് ലെവലിൽ പോയാൽ അത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ടൈം ലൈക്കും സ്പേസ് ലൈക്കും ഉള്ള ആ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് റെസ്ട്രെയിൻസ് നമുക്കുണ്ടാവും. വിത്ത് ദിസ് വി ക്യാൻ സ്റ്റോപ്പ്. അല്ലേ? So we bow humbly and surrender ourselves to the ever and all
pervading effulgence of the absolute. Love, love, love. Hari Om.